നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം. ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യ ചരിത്രം പാടെ വിസ്മരിച്ച് ഇടക്കാല സർക്കാർ. രാഷ്ട്രപിതാവ് ഷെയ്ഖ് മുജിബുർ റഹ്മാൻ്റെ ചിത്രം കറൻസി നോട്ടുകളിൽ നിന്ന് ഒഴിവാക്കി. സ്വന്തം ജനതയെ കൊന്നൊടുക്കിയ പാകിസ്ഥാനുമായി ബംഗ്ലാദേശ് പുലർത്തുന്ന സൗഹൃദത്തെ പരിഹസിച്ച എഴുത്തുകാരി തസ്ലീമ നസ്രിൻ രാജ്യരൂപീകരണത്തിന് സഹായിച്ച ഭാരതത്തെ ശത്രുവായി കാണുന്ന നിലപാടിനെ അതിരൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. അതിനിടെ ബംഗ്ലാദേശ് ഹിന്ദു വംശഹത്യയിൽ ഭാരതം ഇടപെട്ടിരിക്കുന്നു. ചർച്ചയ്ക്കായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി തിങ്കളാഴ്ച ധാക്കയിലെത്തും. ജനം ഡിബേറ്റ് പരിശോധിക്കുന്നു. പച്ച പുതയ്ക്കുകയോ ബംഗ്ലാദേശ്? പങ്കെടുക്കുന്നവ വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ്, സാമൂഹ്യ നിരീക്ഷകരായ വിദ്യാസാഗർ ഗുരുമൂർത്തി, ഡോക്ടർ ആരിഫ് ഹുസൈൻ തെരുവത്ത്, RJD നേതാവ് സലീം മടവൂർ. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. ഡോക്ടർ മോഹൻ വർഗീസ്, ഷെയ്ഖ് മുജിബുർ റഹ്മാൻ്റെ ഓർമ്മകൾ തുടച്ചു നീക്കാൻ ബംഗ്ലാദേശ് താൽക്കാലിക ഭരണകൂടം കറൻസി നോട്ടിൽ നിന്ന് മുജിബുർ റഹ്മാൻ്റെ ചിത്രം ഒഴിവാക്കി പുതിയ നോട്ടുകൾ പുറത്തിറക്കിയിരിക്കുന്നു. നമുക്കറിയാം, പുറത്താക്കപ്പെട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന മുജിബുർ റഹ്മാൻ്റെ മകളാണ്. പുതിയ 10, 100, 500, 1000 നോട്ടുകളിലാണ് പരിഷ്കാരം നടപ്പാക്കിയിരിക്കുന്നത്. മുജിബുർ റഹ്മാൻ്റെ ചിത്രത്തിന് പകരം ജൂലൈയിലുണ്ടായ അക്രമ സംഭവങ്ങളുടെ ദൃശ്യങ്ങൾ ചേർത്തിട്ടുണ്ട്. നീക്കം അന്താരാഷ്ട്ര തലത്തിൽ വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നു. മാത്രമല്ല, പല സാംസ്കാരിക സ്ഥാപനങ്ങളുടെ ചിത്രങ്ങളും നോട്ടിലുണ്ടാകുമെന്നാണ് സർക്കാർ അറിയിക്കുന്നത്. ഈ മാറ്റത്തെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? രാഷ്ട്രപിതാവിനോട് കാട്ടുന്ന ഏറ്റവും വലിയ അപമാനം, അവഹേളനം, നന്ദികേടാണ് ഒരുപക്ഷെ ബംഗ്ലാദേശിൻ്റെ ഇടക്കാല ഭരണകൂടം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബംഗബന്ധു എന്ന് വളരെ ആദരപൂർവ്വം, സ്നേഹപൂർവ്വം, ബഹുമാനപൂർവ്വം വിളിച്ചിരുന്ന ഷെയ്ഖ് മുജിബുർ റഹ്മാൻ്റെ ലെഗസിയെ തന്നെ പൂർണ്ണമായി തമസ്കരിക്കുന്ന രീതിയിൽ, പൂർണ്ണമായി ഇറേസ് ചെയ്യുന്ന, മായ്ച്ചു കളയുന്ന രീതിയിലാണ് ബംഗ്ലാദേശിൻ്റെ ഭരണകൂടം ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓർക്കൂ ശ്രീ അനിൽ, ഇത് ഇടക്കാല ഭരണകൂടം മാത്രമാണ്. ബംഗ്ലാദേശിൻ്റെ ഇടക്കാല സർക്കാരാണ് ഈ മുഹമ്മദ് യൂനുസ് നേതൃത്വം നൽകുന്ന സർക്കാർ. ആ സർക്കാരിൻ്റെ മാൻഡേറ്റ് എന്ന് പറയുന്നത് കലുഷിതമായൊരു അന്തരീക്ഷത്തിലെ ഒരു ട്രാൻസിഷണൽ ഇടക്കാല പീരീഡിൽ നേതൃത്വം നൽകുകയും പുതിയ തെരഞ്ഞെടുപ്പിന് കളമൊരുക്കുകയും ചെയ്യുക എന്നതാണ് ദൗത്യം. പക്ഷേ ഇവിടെ നോക്കൂ, ആ ഗവൺമെൻറ്റിനെ അതൊരു പാവ സർക്കാരായി കരുതി സ്ഥാപിത താൽപര്യക്കാരായ ചിലർ പുറകിൽ നിന്നുകൊണ്ട് അവരുടെ സ്വകാര്യ അജണ്ട, അതാണ് ബംഗ്ലാദേശ് പച്ച പുതയ്ക്കുന്നു എന്നതാണല്ലോ ഈ ഡിബേറ്റിൻ്റെ ടൈറ്റിൽ തന്നെ വരുന്നത്. ആകെ ഒരു ന്യൂനപക്ഷങ്ങളെ രണ്ടാം കിടക്കാരായി മാറ്റി ഒരു ഇസ്ലാമിക ഒരു സ്വത്വം മാത്രം മുന്നിട്ട് നിർത്തി ഒരു പക്ഷേ ഒരു മിനി അഫ്ഗാനിസ്ഥാനായി ബംഗ്ലാദേശ് മാറുന്നുവോ? ഇതാണ് ചോദ്യം. ഒരു അഫ്ഗാനിസ്ഥാൻ ഒരു ഫെയിൽഡ് സ്റ്റേറ്റാണ്. അവിടെ ക്രമസമാധാനം, റൂൾ ഓഫ് ലോ ഇതൊന്നും തന്നെ പ്രസക്തിയില്ലാത്ത രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. ആ രീതിയിലേക്ക് ഒരു താലിബാനൈസേഷൻ, അങ്ങനെയാണല്ലോ പറയുക, ഒരു താലിബാനിസം ഈ ജനങ്ങളുടെ ജീവിതത്തിലേക്ക് മോറൽ പോലീസിങ്ങിനെ കൊണ്ടുവരിക, വസ്ത്രധാരണത്തിൽ വളരെ ട്രഡീഷണൽ രീതികൾ, കൺസർവേറ്റീവ് യാഥാസ്ഥിക രീതികൾ പുലർത്തുക, അതുപോലെ മറ്റ് കാര്യങ്ങൾ, അതുപോലെ ആഹാര രീതിയിൽ വരുത്തുന്ന ക്രമീകരണങ്ങൾ, അപ്പം ജനങ്ങളുടെ ജീവിതത്തെ തന്നെ ആകമാനം ബാധിക്കത്തക്ക രീതിയിലുള്ള മാറ്റങ്ങൾ, അതിനുള്ള തുടക്കം അവിടെ കുറിക്കപ്പെടുകയാണ്. അതുമാത്രമല്ല, ന്യൂനപക്ഷങ്ങൾക്ക് നേരെയും, ന്യൂനപക്ഷങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് നേരെയും, ന്യൂനപക്ഷങ്ങളുടെ ഒരു സംഘടനയായ ഇസ്കോണിൻ്റെ നേരെയും, ഹിന്ദു ന്യൂനപക്ഷങ്ങളാണല്ലോ ബംഗ്ലാദേശിൻ്റെ ജനസംഖ്യയുടെ 8% വരുന്ന ഹിന്ദു ന്യൂനപക്ഷങ്ങൾ, അവരുടെ ആരാധനാലയങ്ങൾ വേട്ടയാടപ്പെടുന്നു, അവരുടെ വ്യക്തികൾ വേട്ടയാടപ്പെടുന്നു. അതുമാത്രമല്ല, 50 ജില്ലകളിലായി 200-ലധികം ഇടങ്ങളിലാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആക്രമണമുണ്ടായത്. ഇത് കേവലം ഒറ്റപ്പെട്ട ഒരു സംഭവമായി കരുതാനാവില്ല. മുഹമ്മദ് യൂനുസ് സമാധാനത്തിന് നോബൽ സമ്മാനം നേടിയ ആളാണ്.
അദ്ദേഹം വിഖ്യാതനായ ആളാണ്. അദ്ദേഹം നോബൽ സമ്മാനം നേടുന്നതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിൻ്റെ പ്രയത്നമുണ്ടില്ലെന്ന് പറയാനൊക്കത്തില്ല. ഗ്രാമീണ മേഖലയിൽ ഗ്രാമീണ ബാങ്ക് എന്ന മൈക്രോ ഫൈനാൻസ് സിസ്റ്റം അത് പ്രപ്പോസ് ചെയ്ത് വിജയകരമായി നടപ്പാക്കിയതിൻ്റെ ഒരു അംഗീകാരം എന്ന നിലയിൽ ബംഗ്ലാദേശിൻ്റെ ജനജീവിതത്തെ നേരിട്ട് ഇമ്പാക്റ്റ് ചെയ്തൊരു വ്യക്തിയാണ്. പക്ഷേ ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ ജനജീവിതത്തെ പോസിറ്റീവായി ഇമ്പാക്റ്റ് ചെയ്യുന്നതിൽ ഭരണകൂടം, മുഹമ്മദ് യൂനിസ് നയിക്കുന്ന ഭരണകൂടം തികച്ചും പരാജയപ്പെടുന്നു. അവിടെയാണ് ശ്രീ അനിൽ ഇതിൻ്റെ പിന്നിലെ ലാർജർ അജണ്ട നടപ്പാക്കുന്നത്. ഈ ലാർജർ അജണ്ട എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, നോക്കൂ, 2001 മുതൽ 2006 വരെയുള്ള സമയത്താണ് അവസാനമായി ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി ബീഗം ഖാലിദ സിയയുടെ നേതൃത്വത്തിൽ അവസാനമായി ഭരിച്ചത്. ആ സമയത്ത് പാകിസ്ഥാൻ്റെ ISI ഇന്റർ സർവീസ് ഇൻ്റലിജൻസ് എന്ന ചാരസംഘടന ബംഗ്ലാദേശിൽ വളരെ സജീവമായിരുന്നു. അതുമാത്രമല്ല, ബംഗ്ലാദേശിലേക്ക് വലിയ തോതിൽ പാകിസ്ഥാൻ പൗരന്മാരെ കൊണ്ടുവരികയും പാക് താൽപ്പര്യങ്ങൾ കൊണ്ടുവരികയും ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ പ്രദേശത്തെ അസ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ചുകൊണ്ട് നീക്കങ്ങൾ നടത്തുകയും ചെയ്ത വർഷങ്ങളായിരുന്നു. 2001 മുതൽ 6 വരെ ഇന്ത്യയുമായുള്ള ബന്ധങ്ങൾ ചെറിയ തോതിൽ അലോസരപ്പെടുകയും ചെയ്തു. എന്നാൽ 2006 ശേഷം തുടർച്ചയായി 4 തവണ ഷെയ്ഖ് ഹസീന, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ബംഗബന്ധു മുജീബുർ റഹ്മാൻ്റെ മകൾ അധികാരത്തിൽ വരികയാണ്. ബംഗ്ലാദേശ് ജനതയുടെ അംഗീകാരത്തോടു കൂടി തന്നെയാണ്. അവിടുത്തെ ന്യൂനപക്ഷങ്ങളായ ഹൈന്ദവർ സ്വാഭാവികമായി ഇന്ത്യയോട് അടുത്ത് നിൽക്കുന്ന ആളുകൾ തന്നെയാണ്. ഇന്ത്യക്ക് താല്പര്യമുള്ള ആളാണ് ഷെയ്ഖ് ഹസീന. ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗിന് പിന്തുണയാണ് മഹാഭൂരിപക്ഷം ഹിന്ദുക്കളും. അതൊരു വാസ്തവമാണ്. പക്ഷേ ഇപ്പോൾ നടക്കുന്നത് ഷെയ്ഖ് ഹസീനയുടെ ലെഗസി, അല്ലെങ്കിൽ തൻ്റെ പിതാവ് മുജീബുർ റഹ്മാൻ എന്ന രാഷ്ട്രപിതാവിൻ്റെ ലെഗസിയെ, പാരമ്പര്യത്തെ പൂർണ്ണമായി കറൻസി നോട്ടുകളിൽ നിന്നും, ചിത്രങ്ങളിൽ നിന്നും, കലണ്ടറുകളിൽ നിന്നും, എല്ലാ രേഖകളിൽ നിന്നും തമസ്കരിച്ചുകൊണ്ട്, ഒഴിവാക്കിക്കൊണ്ട് ചരിത്രത്തെ തന്നെ നിഷേധിക്കുന്ന ഒരു കാഴ്ചപ്പാട്. നോക്കൂ, ചരിത്രപരമായി ബംഗ്ലാദേശിൻ്റെ അസ്തിത്വം തന്നെ, പിറവി തന്നെ ഷെയ്ഖ് മുജിബുർ റഹ്മാനുമായി ബന്ധപ്പെട്ടാണ്. ഷെയ്ഖ് മുജിബുർ റഹ്മാൻ നയിച്ച മുക്തിബാഹിനിയും അതുപോലെയുള്ള സംഘടനകളും ഇതെല്ലാമാണ് ആ സ്വാതന്ത്ര്യത്തിന് അതിന് ഇന്ത്യ കൈയച്ച് സഹായം ചെയ്തതും. അങ്ങനെ പാകിസ്ഥാനിൽ നിന്നുള്ള ISI ഉൾപ്പെടെയുള്ള തീവ്ര രഹസ്യ സംഘടനകളിൽ നിന്നുള്ള വലിയ തോതിലുള്ള സമ്മർദ്ദത്തെ അതിജീവിച്ചുകൊണ്ട് ബംഗ്ലാദേശിന് ഭാരതത്തിൻ്റെ സഹായത്തോടു കൂടി 1971 സ്വാതന്ത്ര്യം നേടിക്കൊടുത്തു. 5 വർഷത്തിന് ശേഷം ബംഗ്ലാദേശിലെ വിമതന്മാർ, അല്ലെങ്കിൽ പാകിസ്ഥാൻ പിന്തുണയുള്ള ISIയുടെ ചാരന്മാർ ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവിനെ വെടിവെച്ച് കൊല്ലുകയാണത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്നാണ്. 1975 ഓഗസ്റ്റ് മാസം 15 ബംഗബന്ധു വെടിയേറ്റ് മരിക്കുകയാണ്. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിൻ്റെ ലെഗസിയെ മഹാഭൂരിപക്ഷം ബംഗ്ലാദേശുകാരും നെഞ്ചിലേറ്റി. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ശരാശരി ബംഗ്ലാദേശുകാരൻ്റെ അഭിപ്രായമല്ല അവിടെ കേൾക്കുന്നത്. സ്ഥാപിത താല്പര്യമുള്ള ചില കേന്ദ്രങ്ങൾ, ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള ചില സംഘടനയുടെ ഇസ്ലാമിസ്റ്റ് താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അവർ ഭരണത്തിൽ ചേരാതെ, ഇടക്കാല സർക്കാരിൽ ചേരാതെ തന്നെ പുറമേ നിന്നുകൊണ്ടൊരു സംവിധാനത്തെ തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ മാറ്റിയെടുക്കാൻ വേണ്ടി മുഹമ്മദ് യൂനിസ് എന്ന പാവ ഗവൺമെൻറ്റിൻ്റെ തലവനെ ഉപയോഗിക്കുകയാണ്. അവിടെയാണ് ഒരു സ്ട്രക്ചറൽ വയലൻസ് വരുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് നടത്തി ജനകീയ ഒരു അധികാര കൈമാറ്റം നടന്നു കഴിഞ്ഞാൽ ആ ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനങ്ങൾ നമുക്ക് അംഗീകരിക്കാം. പക്ഷേ ഇവിടെ ഒരു ജനകീയ കോടതിയിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ, ജനാധിപത്യ പ്രക്രിയയിൽ ബംഗ്ലാദേശ് പങ്കെടുത്തിട്ടില്ല. ബംഗ്ലാദേശിലെ ജനം എങ്ങനെ ചിന്തിക്കുന്നു എന്ന് നമുക്കറിയില്ല. പൊതുവെ വരുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ഗ്രൂപ്പുകൾ വളരെ സജീവമാണ്. അവർ ടാർഗറ്റ് ചെയ്യുന്നത് ഒബ്ജക്ട്സ്, ഇന്ത്യ കണക്ഷനുള്ള മിക്ക കാര്യങ്ങളെയും, വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ടാർഗറ്റ് ചെയ്യുകയാണ്. ഇവിടെ വരുന്ന കാതലായ ചോദ്യമെന്ന് പറയുന്നത്, ഇന്ത്യ ബംഗ്ലാദേശിൻ്റെ ബംഗബന്ധുവിൻ്റെ മകൾക്ക് ഒരു നിർണായക സമയത്ത് അഭയം കൊടുത്തതാണോ ബംഗ്ലാദേശിനെ ചൊടിപ്പിക്കുന്നത്? അങ്ങനെയെങ്കിൽ നമ്മൾ ചൈനീസ് ടിബറ്റൻ നേതാവ് ദലൈലാമയ്ക്ക് അഭയം കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ ഒരു പോളിസി എന്ന് പറയുന്നത് രാഷ്ട്രീയമായി ഒരു അഭയം, മനുഷ്യാവകാശപരമായ ഒരു അഭയം നൽകുകയാണ്. പക്ഷേ ആ അഭയം എന്നതിനെ ഒരു ദേശവിരുദ്ധമായി, ഇന്ത്യ വിരുദ്ധതയുടെ ഒരു പര്യായമായി മാറ്റിക്കൊണ്ട് എനിത്തിങ് ഇന്ത്യൻ, അല്ലെങ്കിൽ എനി ഒബ്ജക്റ്റ് ഓഫ് ഇന്ത്യൻ കണക്ഷൻ ടാർഗറ്റ് ചെയ്യപ്പെടുന്ന അൺഫോർച്ചുനേറ്റ് ഒരു സിറ്റുവേഷനാണ്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്ത്രി അടുത്ത ആഴ്ച തിങ്കളാഴ്ച ബംഗ്ലാദേശ് സന്ദർശിക്കുകയും സ്ഥിതിഗതികൾക്ക് ഒരു ശമനമുണ്ടാകുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷ. പക്ഷേ രണ്ട് ഭാഗത്തു നിന്നും വന്ന പ്രസ്താവനകൾ, പ്രത്യേകിച്ച് ഷെയ്ഖ് ഹസീന ഡൽഹിയിൽ ആണ് ഉള്ളത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ചില ഇടങ്ങളിലാണ്. അമേരിക്കയിൽ നടന്ന ഒരു മീറ്റിങ്ങിൽ
ബംഗ്ലാദേശ് പൗരന്മാരുടെ ഒരു ബംഗ്ലാദേശ് താല്പര്യമുള്ള ആളുകളുടെ ഒരു മീറ്റിങ്ങിൽ അവർ നടത്തിയ ഒരു പ്രസ്താവന ഒരുപക്ഷെ ബംഗ്ലാദേശിനെ ഇപ്പോൾ ചൊടിപ്പിച്ചിട്ടുണ്ട്. അവിടെ ബംഗ്ലാദേശിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ അവർ അക്കമിട്ട് നിരത്തിപ്പെടുന്നത് സത്യവുമാണ്. പക്ഷേ അത് ബംഗ്ലാദേശ് ഗവൺമെൻറ്റിനെ അലോസരപ്പെടുത്തി. അതിന് പിറ്റേന്ന് ബംഗ്ലാദേശിൻ്റെ ഇപ്പോഴത്തെ ഇടക്കാല ഭരണസമിതിയുടെ അധ്യക്ഷൻ മുഹമ്മദ് യൂനിസിൻ്റെ ഭാഗത്ത് അങ്ങനെയൊന്നുമല്ല, ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി തെറ്റിദ്ധരിച്ചിരിക്കുന്നു ബംഗ്ലാദേശിലെ സാഹചര്യം. ഇന്ത്യയാണ് പലപ്പോഴും, ഇന്ത്യയാണെന്ന് പേരെടുത്ത് പറയുന്നില്ല, ഇന്ത്യയാണ് ഈ ബംഗ്ലാദേശിനെതിരെയുള്ള ക്യാമ്പയിൻ്റെ പിന്നിലെ പ്രേരക ശക്തി, കാറ്റലിസ്റ്റ് എന്ന രീതിയിൽ കുറ്റപ്പെടുത്തുന്ന പ്രസ്താവനയും വന്നു. ഈ പ്രസ്താവന സാഹിത്യം ഒരു രീതിയിലും ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധങ്ങളെ സുദൃഢമാക്കില്ല. വേണ്ടത് നയതന്ത്രപരമായ നീക്കങ്ങളാണ്. അവിടെ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളും ന്യൂനപക്ഷ വേട്ടയും എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതിന് നയതന്ത്രപരമായ ഇടപെടലുകളാണ് വേണ്ടത്. അതിനുള്ള സമ്മർദ്ദങ്ങളാണ് ഇപ്പോൾ ഭാരതം ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ അനിൽ. യെസ്, ആരിഫ് ഹുസൈൻ, ചരിത്ര നിഷേധം വംഗബന്ധുവിനെ പൂർണ്ണമായും തമസ്കരിക്കുന്നു. ഡോക്ടർ മോഹൻ വർഗീസ് ചൂണ്ടിക്കാണിച്ചതുപോലെ താലിബനൈസേഷൻ ഓഫ് ബംഗ്ലാദേശ് അത് തന്നെയല്ലേ ഇപ്പോൾ നടക്കുന്നത് ബംഗ്ലാദേശിൽ? താലിബാനൈസേഷൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ അതല്ല എന്ന് ചോദിച്ചാൽ അത് തന്നെയാണ്. പക്ഷേ അതിനും അപ്പുറത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നും കൂടിയാണ് ഇവിടെ എനിക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും അവിടെ ഒരു മതപരമായ ഒരു ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ ഇസ്ലാമിക രാഷ്ട്രവൽക്കരണത്തിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അതോടൊപ്പം തന്നെ ഇപ്പം നമ്മളെ രാജ്യത്തിരുന്നൊന്ന് ആലോചിക്കാം. അതായത് ഒരു രാഷ്ട്രീയ പാർട്ടി ഇവിടെ ഭരിക്കുന്നു. സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം കോൺഗ്രസ് ആണ് അധികാരത്തിൽ വരുന്നത്. അങ്ങനെ ആ വരുന്ന സമയത്ത് ഇവിടെ പല കാര്യങ്ങൾ ചെയ്തു വെക്കുകയാണ്. ആ ചെയ്യുന്ന സമയത്ത് അതിനോട് വിയോജിപ്പുള്ള ആളുകൾ അപ്പുറത്തുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഗാന്ധിജിയെ വെടിവെച്ച് കൊല്ലുന്ന അവസ്ഥ വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത്. അപ്പോൾ എന്ന് പറയുമ്പോൾ അതിന് എതിർപ്പുള്ള ഒരു കൂട്ടം ആളുകൾ ഇവിടെ ഉണ്ടായിരിക്കെ നമ്മൾ കാണുന്ന എന്താണ്, അവർ രണ്ടാമത് അല്ലെങ്കിൽ അവർ കുറേ കാലങ്ങൾക്ക് ശേഷം തിരിച്ച് ഭരണത്തിൽ കയറുന്ന ഒരു സമയം വരുമ്പോൾ കോൺഗ്രസ്സുകാർ ചെയ്തു വെച്ച എല്ലാ സംഗതികളെയും അതേപോലെ മായ്ച്ചു കളയാൻ വേണ്ടി ഇറങ്ങി തിരിച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളെ നോട്ടിൽ ഗാന്ധിജിയുടെ പടമുണ്ട്. അതല്ലെങ്കിൽ പല കാര്യങ്ങൾക്കും ഏത് സ്ഥലത്ത് പോയാലും, അങ്ങാടിയിൽ പോയാലും അവിടെ ഒരു MG റോഡ് നമുക്ക് കാണാൻ കഴിയും, മഹാത്മാഗാന്ധി റോഡ് നമുക്ക് കാണാം എന്ന് പറഞ്ഞ പോലെ പല കാര്യങ്ങൾ, നെഹ്റുവിൻ്റെ പേരിൽ പല സാധനങ്ങൾ, അതല്ലെങ്കിൽ അങ്ങനെ പലതും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ അത് നടക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ഗാന്ധിജിയെ പേര് വെച്ചുകൊണ്ട് തന്നെ ചെയ്യുന്ന പല കാര്യങ്ങളും അത് നിലനിർത്തുമ്പോൾ പോലും പലപ്പോഴും നെഹ്റുവിൻ്റെ പേരിലുള്ള സംഗതികളൊക്കെ മാറ്റി വേറെ ചില പേരുകൾ കൊടുക്കുന്നതൊക്കെ നമ്മൾ കാണുമ്പോൾ ഇവിടെ നമ്മൾ വലിയ വിമർശനങ്ങൾ നമ്മൾ കൊണ്ടുവരാറുണ്ട്. അതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ചില ടാക്ടിക്സ് ആയിട്ടോ അതല്ലെങ്കിൽ അങ്ങനെ ഒരു പകപോക്കലായിട്ടോ അതുമല്ല എന്നുണ്ടെങ്കിൽ തങ്ങളുടെ ആധിപത്യം അവിടെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു രീതിയാണ് ഈ പറയുന്ന പേരുമാറ്റൽ എന്ന് പറയുന്ന ഒരു വിഷയം. അത് മതത്തിൻ്റെ ഒരു ആംഗിൾ എന്ന് മാത്രം നമുക്കതിനെ ചുരുക്കി കെട്ടുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ബംഗ്ലാദേശിൽ കാണുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബംഗ്ലാദേശിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം 1971 അങ്ങനെ ഒരു സ്വാതന്ത്ര്യം പാകിസ്ഥാന്റെ കയ്യിൽ നിന്നും നേടേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ടായിരുന്നോ ഇല്ലേ എന്നുള്ളത് നമുക്ക് അങ്ങനെ ഒരു ചിന്ത ഇല്ലായിരിക്കാം. പക്ഷേ ബംഗ്ലാദേശിനകത്തുള്ള ഒരു വലിയ സമൂഹം ആളുകൾക്ക്, പ്രത്യേകിച്ച് അവിടുത്തെ ഇസ്ലാമിക പക്ഷത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾ കൂടിയാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അവർ ചിന്തിച്ചിരുന്ന ഒരു കാര്യമുണ്ട്, നമ്മളുടെ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് പാകിസ്ഥാൻ അത് തമ്മിലൊരു കോറിഡോർ ഇന്ത്യയിലൂടെ നടത്തിക്കൊണ്ട് അങ്ങോട്ട് പോകാനുള്ള ഒരു വഴി അടക്കമുള്ള സംഗതികളൊക്കെ വിഭാവനം ചെയ്തിട്ട് ഒരു ഡമ്പൽ കണക്ക് രണ്ടറ്റത്തും രണ്ട് പാകിസ്ഥാൻ, നടുവ് കൂടെ ഒരു വഴി, ഇങ്ങനെ ഒരു സാധനം അവർ വിഭാവനം ചെയ്തതായിട്ട് ഓർക്കുന്നുണ്ടാവും. അപ്പോൾ എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരൊറ്റ ഇസ്ലാമിക രാജ്യമായിട്ട് നിൽക്കണം എന്നൊരു ചിന്ത അവിടെ ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് അവർ പല പണികളും എടുക്കുന്നു. ആ സമയത്ത് അവർക്ക് വിഘാതമായിട്ട് നിന്നിരുന്നത് ബംഗ്ലാദേശിലെ ഇസ്ലാം ഇതര സമൂഹവും അവരുമായി ചേർന്ന് നിൽക്കുന്ന ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളുമാണ്, അല്ലെങ്കിൽ ഇന്ത്യ ആയിരുന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ വരുമ്പോൾ ഇന്ന് അതുകൊണ്ട് തന്നെയാണ് അവരോട് ഒരു വലിയ ഒരു എതിർപ്പ്, ഒരു പകപോക്കൽ എന്ന വണ്ണം. ഇപ്പം നമ്മൾ കണ്ടു പതാകയൊക്കെ ഇന്ത്യൻ ബന്ധമുള്ള സർവകലാശാലയുടെയൊക്കെ പടിയിൽ ഒക്കെ ഈ പതാക വിരിച്ചിട്ടിട്ട് അതിനകത്ത് ചവിട്ടി നിൽക്കുന്ന ചില സംഗതികളൊക്കെ നിങ്ങൾ കണ്ടു കാണും. എന്താണ് അതിൽ നിന്ന് കാണിക്കുന്നത്? ഇതൊരു ഇസ്ലാമിക വൽക്കരണത്തെക്കാൾ ഉപരി ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സന്ദേശം കൂടിയാണ് അവിടെ കൊടുത്തുകൊണ്ട്
അത്തരത്തിലുള്ള സന്ദേശം വെച്ചുകൊണ്ട് ആളുകളിൽ കാലുഷ്യം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് പോകുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ഇത് വളരെ ഡെഡ്ലി ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണെന്നാണ് നമ്മൾ പറയുക. മതവും രാഷ്ട്രീയവും കൂടി ചേർന്ന് കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഡെഡ്ലി കോമ്പിനേഷൻ. അത് ഇസ്ലാം അവിടെ വരുന്ന സമയത്ത് അതൊരു ആറ്റം ബോംബിനേക്കാൾ വലിയ തോതിൽ ശക്തി ഉള്ള ഒരു സാധനമായിട്ട് മാറുന്നു എന്നതാണ്. ഇപ്പോൾ താലിബാനൈസേഷൻ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ഒരു ആവശ്യം പോലും ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കണ്ട വാർത്തയും അതാണ്. അതായത് സ്ത്രീകൾ അവർ ചികിത്സ തേടേണ്ടത് സ്ത്രീകളായിട്ടുള്ള ഡോക്ടർമാരുടെ അടുത്താണെന്ന് ഒരു വശത്ത് പറയുകയും എന്നിട്ട് അപ്പുറത്ത് പോയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളോട് പറയും ഇനി മതി നിങ്ങൾ പഠിച്ചത് വീട്ടിൽ പോയിക്കോ എന്ന് വന്ന് പറയുകയും ചെയ്യുമ്പോൾ അവിടെ എന്താണ് ശരിക്കും കറങ്ങി തിരിഞ്ഞു വരുന്നത്? സ്ത്രീകൾ ചികിത്സ കിട്ടാതെ മരിക്കുന്ന ഒരവസ്ഥ ഇതല്ലേ അവിടെ ഉണ്ടായി വരുന്നത്. എന്ന് വെച്ചാൽ അവർ പഠിക്കാനും കഴിയില്ല, ഡോക്ടർമാരുടെ അടുത്ത് പോകുമ്പോൾ പുരുഷനെ തേടി പോകാനും പറ്റില്ല, സ്ത്രീകളെ തന്നെ വേണം എന്നുള്ള ചില മത നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് കൂടി കാണുമ്പോൾ ഇത് ഒരു വലിയ അപകടമാണ്. അത് എവിടെ വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിൽ അവസാനമായിട്ടൊരു കാര്യം പറയാനുള്ളത്, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടം ആണ് ഈ ഒരു രീതിയിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഫേസ് ചെയ്യേണ്ടി വരിക. കാരണം രണ്ട് വശത്തും മതഭ്രാന്ത്, മതമിളകി നിൽക്കുന്ന രണ്ട് മതരാഷ്ട്രങ്ങൾ. ആ രണ്ട് മതരാഷ്ട്രങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ട് ഇന്ത്യയിലേക്ക് ഏത് നിമിഷവും ഇറങ്ങിത്തിരിക്കാൻ സാധ്യതയുള്ള തീവ്രവാദ കൂട്ടങ്ങൾ, അവർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള തീവ്രവാദ അക്രമങ്ങൾ, ഇതിനെ ഭയന്നുകൊണ്ട് എന്നും നമ്മളുടെ ഈ ആർമി ഇതിലെ മിലിറ്ററി സ്പെൻഡിങ് പോലും കൂട്ടേണ്ടി വരുന്നൊരവസ്ഥ. ഇതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ഭാവിയാണോ എന്നത് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടി വരുന്നു. അതൊക്കെയാണ് ഇതിനകത്ത് നമ്മളെ കൺസേൺ ആയിട്ട്, എൻ്റെയൊക്കെ ഒരു കൺസേൺ ആയിട്ട് ഇവിടെ വരുന്നത്. ഈ മതം എത്രത്തോളം ആളുകളിൽ പ്രശ്നം ഉണ്ടാക്കുന്നു എന്നുള്ളതിൻ്റെ, നമ്മളൊക്കെ നടത്തുന്ന മതവിമർശനം പോലും കൂട്ടാനുള്ള കാരണം പോലും ഇതായി മാറുന്നു എന്നിടത്തേക്കൊക്കെയാണ് ഇത് കൊണ്ട് വെക്കുന്നത്. അപ്പോൾ ഇവിടെ പച്ചവൽക്കരണം അല്ലെങ്കിൽ ഈ പറയുന്ന താലിബാനൈസേഷൻ എന്ന് പറയുന്നത് ഉണ്ട്. അതോടൊപ്പം തന്നെ നടക്കുന്നത് ഒരു തരത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ചില മായ്ച്ചു കളയൽ നടത്തിക്കൊണ്ട് അവരുടേതായിട്ടുള്ള രാഷ്ട്രീയം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. ഇത് നമ്മൾക്ക് ഇതിനകത്തുള്ള പാഠം എന്ന് പറയുന്നത്, നമ്മുടെ രാജ്യത്ത് ഏതായാലും ഇങ്ങനെ ഒരു നിലപാട് എടുക്കുന്നത് ആര് തന്നെയായാലും അതിനെ എതിർക്കാനുള്ളൊരു നിലപാട് കൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസ്ഥ കൂടിയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. യെസ്, താങ്കൾ ഉന്നയിച്ച ആ കൺസേൺ വളരെ അതിൻ്റെ ഗുരുതര സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ട് അതിനെ കണക്കിലെടുക്കേണ്ടതാണ്. തീവ്ര ഇസ്ലാമിക ശക്തികളുടെ ഭീഷണിയെ തുടർന്ന് ബംഗ്ലാദേശ് വിട്ട് ഓടിപ്പോരേണ്ടി വന്ന, ഇന്ത്യയിൽ അഭയം പ്രാപിക്കേണ്ടി വന്ന തസ്ലീമ നസ്രീൻ എന്ന എഴുത്തുകാരിയെ അറിയാത്തവരായി ആരുമില്ല. ശ്രീ വിദ്യാസാഗർ, തസ്ലീമ നസ്രീൻ്റെ അവർ എക്സിൽ കുറിച്ച ഒരു കുറിപ്പ്, അതൊന്ന് ഞാൻ വായിക്കുകയാണ്. താങ്കൾ ഇതിനകത്ത് കണ്ടു കാണും എന്ന് കരുതുന്നു. ദ ഇന്ത്യ വേർ 17,000 soldiers lost their lives. Saving Bangladesh from its enemy, Pakistan is now supposedly an enemy. The India that gave shelter, food and clothing to 10 million refugees is now supposedly an enemy. The India that provided weapons and trained freedom fighters to protect the country from Pakistani forces is now supposedly an enemy. And the Pakistan that killed 3 million people and raped 2 lakh women is now supposedly a friend. The Pakistan that ranks number 1 in producing terrorists is now supposedly a friend. The Pakistan that has yet to apologize to Bangladesh for the atrocities of 1971 is now supposedly a friendly nation. തസ്ലിമ നസ്രീൻ എക്സിൽ കുറിച്ചതാണിത്. സ്വന്തം ജനതയെ കൊന്നൊടുക്കിയ പാകിസ്ഥാനുമായി ബംഗ്ലാദേശ് സർക്കാർ സൗഹൃദം സ്ഥാപിച്ചിരിക്കുന്നു. രാജ്യം രൂപീകരിക്കാൻ സഹായിച്ച ഭാരതത്തെ ബംഗ്ലാദേശ് ശത്രുവായി കാണുന്നു. ബംഗ്ലാദേശ് സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ്. 17,000-ഓളം ഭാരതത്തിൻ്റെ സൈനികരാണ് ബംഗ്ലാദേശിൻ്റെ മോചനത്തിനായി ജീവത്യാഗം ചെയ്തത്. 1 കോടി ബംഗ്ലാദേശി അഭയാർത്ഥികൾക്ക് ഭാരതം ആശ്രയമായി. ബംഗ്ലാദേശിലെ നിലവിലെ സർക്കാർ, ആ പാവ സർക്കാർ, ആ രാജ്യത്തെ ശത്രുവായി കാണുന്നു. 30 ലക്ഷം ബംഗ്ലാദേശുകാരെ കൊല്ലുകയും 2 ലക്ഷം സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും ചെയ്തവരാണ് പാകിസ്ഥാനികൾ. ഏറ്റവും കൂടുതൽ ഭീകരരെ സൃഷ്ടിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. ആ രാജ്യവുമായി ബംഗ്ലാദേശ് സൗഹൃദത്തിലായിരിക്കുന്നു. 1971 ക്രൂരതകൾക്ക് മാപ്പ് പറയാൻ പോലും തയ്യാറാകാത്ത പാകിസ്ഥാനുമായാണ് ബംഗ്ലാദേശ് സൗഹൃദം സ്ഥാപിച്ചതെന്നും തസ്ലിമ നസ്രീൻ പറഞ്ഞിരിക്കുന്നു. ശരിയത്ത് നിയമം ഇല്ലാതാക്കണം എന്ന നിലപാട് പരസ്യമായി പറഞ്ഞതിന് പിന്നാലെ ഇസ്ലാമിസ്റ്റുകളുടെ എതിർപ്പ് നേരിടേണ്ടി വന്ന തസ്ലിമ നസ്രീൻ തുടർന്ന് ജന്മനാടായ ബംഗ്ലാദേശ്
വിട്ട് ഇന്ത്യയിൽ അഭയം പ്രാപിക്കുകയായിരുന്നു. അല്ലെ, കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നു, വളരെ ഹ്രസ്വമായി അവർ പറഞ്ഞു വെച്ചിരിക്കുന്നു അല്ലേ ആ യാഥാർത്ഥ്യം? തീർച്ചയായും അങ്ങനെ തന്നെ. ഈ തസ്ലിമ നസറിന്റെ ലജ്ജ എന്ന നോവൽ അവരെഴുതിനെ തുടർന്നാണല്ലോ അവർക്ക് ഇത്രയും വലിയ ആക്രമണം നേരിടേണ്ടി വന്നത്. ലജ്ജ എന്ന നോവലിന്റെ ഇതിവൃത്തത്തിലുള്ള ശരീഅത്ത് നിയമവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക ജീവിത രീതികളിൽ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു ന്യൂനപക്ഷ സമുദായത്തിലെ ആളുകളൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന കൊടിയ പീഡനം വെളിച്ചത്ത് കൊണ്ടുവരിക എന്നുള്ളത് ഇസ്ലാമിനെ സംബന്ധിച്ച് വലിയ അപരാധമാണ്. ഇപ്പൊ ഞാനിപ്പോ ഓർക്കുന്നത്, ഈ 1921 വാരിയൻ കുന്നന്റെ അതേ ആത്മാക്കളാണ് ബാംഗ്ലാദേശിലും ഇപ്പോൾ ഹിന്ദുക്കളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു നീചമായ ആക്രമണം ന്യൂനപക്ഷങ്ങൾക്ക് നേരെ അല്ലെങ്കിൽ മത വിഭാഗങ്ങൾക്ക് നേരെ അഴിച്ചുവിട്ടിട്ട് അത് സ്വാതന്ത്ര്യ സമരമായി ചിത്രീകരിക്കാൻ മാത്രം തൊലിക്കട്ടിയുള്ള ഒരേ ഒരു മത സംവിധാനം ഇസ്ലാം മതത്തിൻ്റെതാണ്. അത് നമ്മെ എല്ലാം വേദനിപ്പിക്കുകയും ഞെട്ടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ, അദ്ദേഹം അവരുടെ ബംഗബന്ധുവാണ്, ഫ്രണ്ട് ഓഫ് ബംഗാൾ എന്ന് പറയുന്ന ആളാണ്. അയാളില്ലായിരുന്നു ഇന്നിപ്പോ ഈ പാകിസ്ഥാൻ ഇത് ഖണ്ഡിച്ച് സ്വയം ഒരു രാജ്യമായി തീരില്ലായിരുന്നു. ആ രാജ്യത്തെ ഫാദർ ഓഫ് നേഷൻ എന്ന് വിളിക്കാവുന്ന വ്യക്തിയാണ്. ഇന്നിപ്പോ എനിക്ക് തോന്നുന്നു ഇന്ന് മാത്രമല്ല, ജൂലൈയിൽ നടന്ന ജൂലൈ അപ്രൈസിംഗ്, ഇവരുടെ ജൂലൈ അപ്രൈസിംഗിൽ ഇവരെന്ത് ചെയ്തു വെച്ചാല് ഈ സ്റ്റുഡന്റ് ഫെഡറേഷൻസ് ആണ്, അവിടെയുള്ള ഇസ്ലാമിക സ്റ്റുഡന്റ് ഫെഡറേഷൻസ് ആണ് ഒരു സമരം തുടങ്ങി വെച്ചത്. ആ സമരം തുടങ്ങി വെച്ചപ്പോൾ അതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? അതിന്റെ ലക്ഷ്യം ഈ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയുള്ള റിസർവേഷനെ സംബന്ധിച്ചിട്ടുള്ള ചില അവകാശവാദങ്ങളായിരുന്നു. പ്രത്യക്ഷത്തിൽ വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്ന ഒരു സമരം അതിവേഗം ഒരു ആന്റി ഇൻസ്റ്റിറ്റ്യൂഷൻ, ആന്റി ഗവൺമെന്റ് പ്രോട്ടസ്റ്റ് ആയിട്ട് മാറുകയാണ്. അപ്പൊ അതിനുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടാവുന്നു? ആ സാഹചര്യം സൃഷ്ടിക്കുന്നത് മതസംവിധാനമാണ്. അതായത് മതസംവിധാനം ആദ്യമേ തന്നെ കണക്കൂട്ടി വെച്ചിട്ടുണ്ട്, ഈ സ്റ്റുഡന്റ് പ്രൊട്ടസ്റ്റ് ആയിട്ട് തുടങ്ങുന്ന ഈ സാധനം എവിടെ എത്തിച്ചേരണം, എങ്ങനെ ആക്രമിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ആദ്യമേ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. അപ്പൊ ഇതാണ് ഞാൻ നേരത്തെ കഴിഞ്ഞൊരു ചർച്ചയിൽ പറഞ്ഞിരുന്നു, ഭാരതവും ഇങ്ങനെ ഒരു വലിയ തിക്തമായ ഫലത്തിലേക്ക് കടന്നു പോവുമായിരുന്നു കർഷക സമരം ആ സമയത്ത് തന്നെ തിരിച്ചറിഞ്ഞ് നിയന്ത്രിച്ചില്ലായിരുന്നെങ്കിൽ. ഞാൻ പറയുന്നത്, ഒരു രാജ്യത്തിനകത്ത് നടക്കുന്ന പ്രതിഷേധങ്ങളോ പ്രക്ഷോഭങ്ങളോ ഒക്കെ പല ലക്ഷ്യങ്ങളുള്ളതാവാം. പക്ഷെ പലപ്പോഴും ഈ മത തീവ്രവാദ ഗ്രൂപ്പുകളുടെ പ്രക്ഷോഭങ്ങൾ പ്രത്യക്ഷത്തിൽ അത് തിരിച്ചറിയാൻ പറ്റില്ല. ഭാരതത്തിൽ അത് കോൺഗ്രസ് സപ്പോർട്ടഡ് ആയിട്ടുള്ള, കോൺഗ്രസ് സപ്പോർട്ട് ചെയ്ത കർഷക സമരം വളരെ എന്താ പറയാ നിഗൂഢമായ ചില ലക്ഷ്യങ്ങളുള്ളതായിരുന്നു. അത് കൃത്യസമയത്ത് തിരിച്ചറിയുകയും ഭാരതത്തിന്റെ ഗവൺമെന്റ്, നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് വളരെ ശ്രദ്ധയോടെ ഒരു സർജിക്കൽ കോഷൻ എടുത്തുകൊണ്ട് വളരെ ശ്രദ്ധയോടെ അതിനെ നുള്ളിക്കളയുകയാണ് ചെയ്തത്. അപ്പൊ ആ കർഷക സമരം, എന്റെ ഇപ്പോഴത്തെ ചിന്ത, ആ കർഷക സമരം അതുപോലെ തുടർന്ന് പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു വർഗീയ ലഹളയിലേക്ക് അത് എത്തിച്ച് കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു. പിന്നീട് കാനഡയിലും മറ്റും നമ്മൾ കണ്ട സിഖ് തീവ്രവാദ ആക്രമണങ്ങൾ എന്തിന്റെ ബാക്കിപത്രങ്ങളായിരുന്നു എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അപ്പൊ അതുകൊണ്ട് അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സുസ്ഥിരമായ ഒരു ഭരണം, ബോധമുള്ള മതനിരപേക്ഷമായ ഒരു ഭരണ സംവിധാനം ഉണ്ടാവുന്നുള്ളത്. എന്തൊക്കെ പറഞ്ഞാൽ നമ്മൾ ഭാരതത്തിന്റെ ഗവൺമെന്റ് എന്ന് പറയുന്നത് മതനിരപേക്ഷമായ ഒരു കാഴ്ചപ്പാടോട് കൂടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അവിടെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് അവകാശം നിഷേധിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ തരം താഴ്ത്തി കാണിക്കുകയോ ചെയ്യുന്നില്ല. അത് ചെയ്യുന്ന ഫ്രഞ്ച് ഗ്രൂപ്പുകളെ പറ്റിയല്ല പറയുന്നത്. അത്തരത്തിൽ ഒരു മതനിരപേക്ഷ എല്ലാ മനുഷ്യർക്കും ജീവിക്കാനുള്ള അവകാശം എടുത്തു കളയാൻ പാടില്ല എന്നുള്ള വളരെ ബേസിക് ആയിട്ടുള്ള റൈറ്റിന് വേണ്ടി നിലകൊള്ളുന്ന ഗവൺമെന്റുകൾ ഉള്ള രാജ്യങ്ങളിൽ അസ്ഥിരത ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന അഞ്ചാം പത്തികൾ, ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തന്നെ ചില നയങ്ങൾ നോക്കിയാൽ അറിയാം, അവരുടെ പ്രതിഷേധങ്ങളെല്ലാം തന്നെ ആന്റി ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പം നമ്മൾ ചിന്തിക്കുക, അങ്ങനെ പ്രതിഷേധം വേണ്ടേ? തീർച്ചയായിട്ടും വേണം, നമുക്ക് പ്രക്ഷോഭങ്ങൾ വേണം, ജനാധിപത്യ സംവിധാനത്തിൽ സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്. പക്ഷെ ഈ സമരം ഭാരതത്തിനകത്തുള്ള വിഷയങ്ങളെ അകത്തുള്ളവർ നിയന്ത്രിക്കുന്നതായാൽ നല്ലതാണ്. പക്ഷെ പലപ്പോഴും ഇതിന്റെ പിന്നാമ്പുറം തെരഞ്ഞു പോകുമ്പോൾ, അതിപ്പോ വിഴിഞ്ഞത്ത് നടന്ന സമരമാണെങ്കിലും നമ്മുടെ ലോഹയിട്ട കുഴിമാടങ്ങൾ എന്നൊക്കെ നമ്മൾ വിളിക്കാറുള്ള ആളുകൾ നടത്തിയ സമരമാണ്. എനിക്കത് പറയുന്നതിൽ വിഷമമൊന്നുമില്ല. അവർക്കൊക്കെ തരം പോലെ സ്വഭാവമാണ്. ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്നപ്പോൾ സകലമാന പള്ളികളിലും ബ്രിട്ടനെതിരെ പോരാടരുത്, ദൈവത്തിന്റെ ഗവൺമെന്റ് ആണെന്ന് പറഞ്ഞിരുന്നു.
കോൺഗ്രസ്സുകാർ വന്നപ്പോൾ കോൺഗ്രസ്സുകാരുടെ ഏറ്റവും ഉറ്റ ചങ്ങാതിമാരായി. ഇപ്പൊ BJP-കാരുടെ ഏറ്റവും വലിയ സ്നേഹിതന്മാരായി. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങനെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉള്ള റിലീജിയസ് ഗ്രൂപ്പ്സിനെ ഒന്നും ഒരു പരിധിയിൽ കവിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നത് ഭാവിയിൽ വളരെ ഗുരുതരമായ രാജ്യവിരുദ്ധമായ അല്ലെങ്കിൽ ഇതിന്റെ ബേസിക് ഫാബ്രിക്കിന് വിരുദ്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്ന് ഞാൻ വിളിക്കാറില്ല, ഇപ്പൊ എന്നോട് ജനൻ ടി എന്ന് പറഞ്ഞ് അങ്ങനെ അയാളെ കളിയാക്കി വിളിക്കേണ്ട, അതുകൊണ്ടാണ് ഗാന്ധി എന്ന് പറയുന്നത്. ഗാന്ധിയുമായിട്ട് അയാൾക്ക് ഒരു പുല്ല് പറിച്ച ബന്ധം പോലും ഇല്ല. ഗാന്ധിയുടെ പറമ്പിൽ കോൺഗ്രസിന് ഗാന്ധിയുടെ പറമ്പിൽ പുല്ല് പറിച്ച ബന്ധം പോലും ഇന്ത്യക്കോ കൂടുതൽ ഡെക്കറേഷൻ വേണ്ട. രാഹുൽ മതി. രാഹുൽ വിദേശത്ത് പോയിട്ട് എന്താ പ്രസംഗിക്കുന്നത്? രാഹുൽ വിദേശത്ത് പോയിട്ട് പ്രസംഗിക്കുന്ന ഭാരതത്തിൽ ഭയങ്കര പ്രശ്നമാണ്, ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുകയാണ്. സത്യം പറഞ്ഞാൽ വളരെ പേടി തോന്നുകയാണ്. ഒരു പ്രതിപക്ഷ നേതാവിന് ചില നിയന്ത്രണങ്ങൾ വേണമെന്ന് നമ്മുടെ ഭരണഘടനയിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലീസിൽ തന്നെ എങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവ് പെരുമാറണം എന്നുള്ളതിന്റെ കോഡുണ്ട്, കോഡ് ഓഫ് കോണ്ടക്ട് ഉണ്ട്. രാജ്യത്തിന് പുറത്തു പോയിട്ട് രാജ്യത്തെ പറ്റി അപഖ്യാതി പരത്തുക എന്ന് പറഞ്ഞാൽ ഒരു ആന്റി നാഷണൽ ആക്ടിവിറ്റി തന്നെയല്ലേ. നമ്മുടെ എത്ര തവണയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വിദേശത്ത് പോയിട്ട് പ്രസംഗിച്ചിരിക്കുന്നത്? ഓക്സ്ഫോർഡിലും അദ്ദേഹം പ്രസംഗിച്ചു, അമേരിക്കയിലെ പല യൂണിവേഴ്സിറ്റിയിലും പ്രസംഗിച്ചു. എന്താ അദ്ദേഹം പ്രസംഗിച്ചു? ഇവിടെ ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുകയാണ്. ആഗോള ഭൂരിപക്ഷം ബംഗ്ലാദേശ് മുഹമ്മദ് യൂനിസിന് ലഭിച്ചൊരു അവസരം ഇന്ത്യയിൽ തനിക്കും കിട്ടും എന്ന വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുകയാണ് രാഹുൽ. എക്സാക്ട്ലി സോ. അതാണ് ഞാൻ പറഞ്ഞു. what I'm coming to is that point. അതായത് നാളെ ഭരണത്തിലേറി കഴിഞ്ഞാൽ അതിന് ഏറാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായിട്ടാണ് കർഷക സമരം, വിദ്യാർത്ഥി സമരം, ആ സമരം, ഈ സമരം. ഇതൊക്കെ ആരാണ് ഡിസൈൻ ചെയ്തത്? ഹൂ ഇസ് മേക്കിംഗ് ദീസ് ഈവിൾ ഡിസൈൻസ്? ഈ ഡിസൈൻസിന്റെ പിന്നിൽ ഞാൻ അന്ന് പറഞ്ഞു, വീണ്ടും പറയുന്നു, ചൈന എന്ന അതിഭീകരമായ സർപ്പം അല്ലെങ്കിൽ സ്വത്വം തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ളത്. അത് റിലീജിയസ് ഗ്രൂപ്പ്സിനെ എന്താ പറയാ പ്യൂണി ട്രൂപ്സ് ആയിട്ട് യൂസ് ചെയ്യണം. വളരെ നിസ്സാരം തോന്നിക്കുന്ന ട്രൂപ്പുകളായിട്ട് യൂസ് ചെയ്തിട്ട് എല്ലാ രാജ്യങ്ങളിലും അസ്ഥിരത പടർത്തുകയാണ്. ഏഷ്യയുടെ മൊത്തം നിയന്ത്രണം തങ്ങളുടെ കയ്യിലേക്ക് വരുന്നത് വരെ ഇത്തരത്തിൽ റിലീജിയസ് ഗ്രൂപ്പ്സിനെ അവർ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ ഞാൻ നിസ്സംശയം പറയാം, മണിപ്പൂരിൽ ക്രിസ്ത്യൻ ഭീകര സംഘടനകളായിട്ടുള്ളവർ ഉപയോഗിക്കുന്ന തോക്കുകളും യന്ത്രങ്ങളൊക്കെ നോക്കിയാൽ അതിന്റെയൊക്കെ പിന്നാമ്പർ അന്വേഷിച്ച് പോയാൽ തീർച്ചയായിട്ടും അത് ചൈനയിൽ ചെന്ന് നിൽക്കും. എങ്ങനെ എനിക്ക് പറയാൻ പറ്റും? മുൻപ് അങ്ങേക്ക് ഓർമ്മയുണ്ടാവും, ഒരു 10-15 വർഷം മുമ്പ് നമ്മുടെ ലക്ഷ്മണാനന്ദ സരസ്വതി എന്ന സന്യാസി ഒറീസയിൽ കൊല്ലപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ കൈയും കാലും ഒക്കെ ഡിസ്മെമ്പർ ചെയ്തിരുന്നു. വെറുതെ കൊല്ലുകയല്ല, വെടിവെച്ച് കൊന്ന ശേഷം കൈകാലുകൾ ഛേദിച്ച് കഴുത്ത് വെട്ടിമാറ്റി അങ്ങനെ ഡിസ്മെമ്പേർഡ് ആയിട്ടൊരു ബോഡിയാണ് നമുക്ക് കിട്ടിയത്. എന്തായിരിക്കും ഒരു സന്യാസിയുടെ ഇത്ര പക വരാൻ കാരണം എന്ന് അന്വേഷിക്കുമ്പോൾ ഒറീസയിൽ ആയിരക്കണക്കിന് പേരെ മതം മാറ്റിയിരുന്ന സഭയ്ക്ക് ഈ ലക്ഷ്മണാനന്ദ സരസ്വതി ബീൻസ് തോട്ടങ്ങളിൽ പാവപ്പെട്ട ജനതയ്ക്ക് ജോലി കൊടുത്ത് മതപരിവർത്തനം ചെയ്തവരെ ഡീകൺവേർഷൻ ചെയ്ത് തിരിച്ചു കൊണ്ടുവന്നതിന്റെ പകയായിരുന്നു. അപ്പൊ അങ്ങനെ രണ്ട് റിലീജിയസ് ഗ്രൂപ്പ്സിലും വളരെ കൃത്യമായ സ്വാധീനം ചൈനയ്ക്കുണ്ട് എന്നത് വളരെ വ്യക്തമായി ഗവൺമെന്റ് ഏജൻസീസിന് അറിയാം. ഗവൺമെന്റ് ഏജൻസീസ് ഞാൻ ഈ പറയുന്ന പോലെ സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഒരു പക്ഷെ അങ്ങനെ പറയില്ലായിരിക്കാം, പക്ഷെ അതെല്ലാം ഭാരതത്തിന്റെ സ്കാനറിലുള്ള വിഷയങ്ങൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ബാംഗ്ലാദേശിൽ ഇപ്പോ മുജീബുർ റഹ്മാന്റെ പ്രതിമയിലെ ചിത്രങ്ങളും മുജീബുർ റഹ്മാന്റെ പല സ്മാരകങ്ങളും ഈ ജൂലൈയിൽ തന്നെ, അതിപ്പോ പ്രത്യേകിച്ച് ഇന്നല്ല അത് നടന്നിരിക്കുന്നത്, ജൂലൈയിലുള്ള ഈ ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗിനെതിരെയുള്ള പ്രൊട്ടസ്റ്റിനെ അതേ തുടർന്ന് തന്നെ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നവർ തന്നെ പോയിട്ട് വാൻഡലൈസ് ചെയ്യുകയും എല്ലാം നശിപ്പിക്കുകയും ചെയ്തത്. അപ്പൊ അത് എന്തിന്റെ ഒരു സൂചനയായിരുന്നു? അവർ ലക്ഷ്യം എപ്പോഴും കാണിക്കുകയാണ്. ഇപ്പൊ നോക്കൂ, മോദി ഗവൺമെന്റിനെ എങ്ങനെ നിങ്ങൾ താഴെ ഇറക്കണം, ഇവിടെ വളരെ പ്രശ്നമാണ്, ഇവിടെ ന്യൂനപക്ഷങ്ങൾ എന്നും കൊല്ലപ്പെടുകയാണെന്നൊക്കെ രീതിയിലാണ് ഇവിടെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രചരണത്തിന് നേരിട്ട് ഏറ്റുപിടിക്കാൻ കോൺഗ്രസിന് ധൈര്യമില്ല. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു മെജോറിറ്റി, ഹിന്ദു മാസസ് ഒന്നിക്കാനുള്ള കാരണമായി തീരുമെന്ന ചിന്ത നമുക്കറിയാം. ലോകം കണ്ട ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്ന് പറയുന്ന പാവയാണല്ലോ നമ്മുടെ മൻമോഹൻ സിംഗ്. ആ മൻമോഹൻ സിംഗ് ഒരു പ്രസ്താവന പറഞ്ഞുവല്ലോ, ഭാരതത്തിന്റെ വിഭവശേഷികളിൽ ആദ്യത്തെ അവകാശം മുസ്ലിങ്ങൾക്കാണ്. ഓർമ്മയുണ്ടോ അങ്ങേക്ക്? അതെ അതെ, അറിയാം. ആ പ്രസ്താവന എന്ത് വ്യാപകം ഫലം ഉണ്ടാക്കി. ഒരു കാരണവശാലും BJP ഇനി ഭരണത്തിൽ നിന്ന് ഇറക്കരുത് എന്ന രീതിയിൽ ഹിന്ദുക്കളെ കൊണ്ട് ചിന്തിപ്പിച്ച ഒരു പ്രസ്താവനയായിരുന്നു അത്. അപ്പൊ കോൺഗ്രസിന് ആ റിസ്കിനി എടുക്കാൻ വയ്യ. കാരണം കോൺഗ്രസ് ഇപ്പൊ ഒപ്പുവെച്ച കാലം പോലെ എവിടെയില്ല. ആകെ രാഹുൽ മാങ്കൂട്ടത്തിലും പിന്നെ പ്രിയങ്ക ചേച്ചിയും മാത്രമേ രണ്ടുപേരേ ഉള്ളൂ ഇപ്പോൾ അവർക്ക് പറയാൻ പാകത്തിലുള്ള രണ്ട് നേതാക്കൾ. അപ്പൊ അത്രയ്ക്ക് ഒരു ദേശീയ പാർട്ടി വളരെ ലോക്കലായിട്ട് എല്ലാം കേരളത്തിലേക്ക് അടിഞ്ഞുകൂടിയിരിക്കുന്ന പോലെ അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോ ആ കോൺഗ്രസിന് ഇനി ഒരു റിസ്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ കോൺഗ്രസ് എന്തുകൊണ്ട് വെയിറ്റ് ചെയ്യുന്നു? ഒരു നല്ല അവസരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പൊ ഞാനിപ്പോ വളരെ ഗുണപരമായും പിന്നെ മോദിയിൽ വന്നൊരു മാറ്റത്തെ ഞാനിപ്പോ വീക്ഷിക്കുകയാണ്.
ഒന്നാമത്തെ ഗവൺമെന്റിന്റെ കാലത്ത്, രണ്ടാമത്തെ ഗവൺമെന്റിന്റെ സമയത്ത് മോദി പ്രചരിപ്പിച്ചിരുന്ന ആ ആവേശോജ്വലമായ പ്രസംഗങ്ങളും ഒരു പക്ഷേ അനാവശ്യമെന്ന് തോന്നാവുന്ന ചില പ്രസ്താവനകളൊക്കെ മോദി ഇപ്പോൾ പറയാതായി. മോദി വളരെ മെച്യൂർ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എല്ലാ വിഷയത്തിലും എടുക്കുന്നു. മൗനം വിദ്വാനുഭൂഷണം എന്ന നിലയിലേക്ക് രാജ്യഭരണത്തെ കൊണ്ടുപോകുന്നു എന്നത് കോൺഗ്രസിന് ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യമാണ്. കാരണം ഒരു പ്രസ്താവനയുടെ പോലും ഒരു രാജ്യത്തെ ഗവൺമെന്റ് മാറ്റം വരാമെന്നതിന് ഉദാഹരണമാണ് മൻമോഹൻ സിംഗിന്റെ പ്രസ്താവന. അത്തരത്തിൽ ഒരു റിലീജിയസ് ഗ്രൂപ്പിനെയും പ്രോത്സാഹിപ്പിച്ച് സംസാരിക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് ഒരു പക്ഷേ മോദി എത്തിയതിന്റെ ഫലമായിട്ടായിരിക്കും ഇപ്പൊ കോൺഗ്രസിനൊന്നും വീണ് കിട്ടുന്നില്ല, ഒരു പ്രക്ഷോഭത്തിന് സ്കോപ്പ് കിട്ടുന്നില്ല. അപ്പൊ ഞാൻ വളരെ പേടിയോടുകൂടിയാണ് കാണുന്നത്. ഞാൻ BJPയെ ഏറ്റവും നല്ല പാർട്ടിയായിട്ടോ ഏറ്റവും നല്ല ചോയ്സ് ആയിട്ടോ ഒന്നും കാണുന്നില്ല. പക്ഷേ ഉള്ളതിൽ ഏറ്റവും മികച്ച ചോയ്സ് ആയിട്ട് കാണുന്നു. ഉള്ളതിൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയല്ലോ, ഹാഫ് എ ലോഫ് ഇസ് ബെറ്റർ ദാൻ നോ ബ്രെഡ് എന്ന് പറയില്ലേ. അതുപോലെ ജനാധിപത്യ സംവിധാനത്തെ മാനിച്ചുകൊണ്ടും എന്നാൽ ഭാരതത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിന് വിഘാതം വരാതെയും പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ ആയിരിക്കണം വരേണ്ടതെന്ന് ഒരു ഹിന്ദു എന്ന നിലയ്ക്ക് ഞാൻ ചിന്തിക്കുന്നു. അത്രമാത്രം. പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നു, ഇവിടെ മനുഷ്യന് ജീവിക്കാനുള്ള അടിസ്ഥാന അവകാശത്തെ എടുത്തു കളയും വിധത്തിലേക്ക് ഉയരുന്ന ഒരു കിരാതമായ വർഗീയ ഭരണമോ അല്ലെങ്കിൽ കിരാതമായ ഒരു ചിന്തയോ ഉണ്ടാവരുത് എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞ നാളായതുകൊണ്ട് ആ ഒരു ചിന്ത എന്റെ ഉള്ളിലുണ്ട്. ഇവിടെ നടന്നത് എന്താണ്? ബാംഗ്ലാദേശിലെ ഈ ലോകം മുഴുവൻ ആദരിക്കുന്ന ഒരു സമാധാന നോബൽ കരസ്ഥമാക്കിയ ആളുടെ ഇന്ററിം ഗവൺമെന്റ്, അദ്ദേഹത്തെ ചീഫ് അഡ്വൈസർ ആയിട്ടാണ് നിയമിച്ചത്. പ്രൈം മിനിസ്റ്റർ അല്ല, ചീഫ് അഡ്വൈസർ ഓഫ് ദി ഇന്ററിം ഗവൺമെന്റ് ആണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ റീസെന്റ് ഇന്നലെ അധികാരം ഏറ്റവും തോന്നുന്നു, അല്ലേ, അറിയില്ല. ഏതായാലും അല്ല, വിദ്യാസാഗർ ഈ ഇദ്ദേഹത്തിനൊക്കെ എങ്ങനെയാണോ ഈ സമാധാനത്തിലുള്ള നോബൽ സമ്മാനം കൊടുത്തത്, അല്ലേ? എന്താണ് ക്രൈറ്റീരിയ? പണ്ട് രസകരമായ ഒരു ഓഷോ രജനീഷിനോട് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ പലരും ഇക്കണോമിക്സിലും മറ്റും ഫിസിക്സിലും മറ്റും നോബൽ കിട്ടിയവരാണ്. അപ്പൊ അവരൊരിക്കൽ ഓഷോയോട് പറഞ്ഞു, അങ്ങേപ്പോലൊരു മഹാബുദ്ധിമാനെ ഞങ്ങൾ കണ്ടിട്ടില്ല, അങ്ങേക്ക് എന്തുകൊണ്ടാണ് ഇവർ നോബൽ തരാത്തതെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്റെ ഒക്കെ ലിസ്റ്റ് ക്രൂസിഫിക്ഷന്റെ ലിസ്റ്റിലായിരിക്കും ഉണ്ടാവുക, നോബലിന്റെ അല്ലാന്ന്. അതായത് ഈ നോബൽ പ്രൈസിന്റെ പിന്നിൽ ഒരു കൃത്യമായ റിലീജിയസ് അജണ്ടയുണ്ട്. പല പ്രൈസുകളും അങ്ങനെയാണ്. ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞാല്, ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങൾ എഴുതുന്ന വലിയ ശാസ്ത്രജ്ഞന്മാർക്ക് കൊടുക്കുന്ന ടെമ്പിൾട്ടൺ പ്രൈസ് എന്ന പ്രൈസ് ഉണ്ട്. വളരെ വിശ്വവിഖ്യാതമായ പ്രൈസാണ്. അപ്പൊ അത് ആർക്കാ കൊടുക്കുന്നത്? അത് കൊടുക്കുന്നത് പോൾ ഡേവിസിനെ പോലുള്ള ആളുകൾക്കാണ്. പോൾ ഡേവിസ് സയന്റിസ്റ്റ് ആണ്. എന്താ അദ്ദേഹത്തിന് കൊടുക്കാൻ കാരണം? അദ്ദേഹത്തിന്റെ ഗോഡ് ഡിസൈൻ എന്ന് പറയുന്ന പുസ്തകത്തില് അദ്ദേഹം പറയുന്നത് ഈ യൂണിവേഴ്സിന് ഒരു പിന്നിൽ ഒരു ഗോഡ് ഉണ്ടായിരിക്കും എന്നാണ്. ബിബ്ലിക്കൽ ഗോഡിനെ അംഗീകരിക്കുന്ന എഴുത്തുകൾക്കൊക്കെ ഈ പ്രൈസ് കിട്ടും. അഥവാ ഇതിനെ നിഷേധിക്കുന്നവർക്ക് ഇത് കൊടുക്കില്ല. അപ്പൊ എല്ലാറ്റിന്റെ പിന്നിലും ആഗോള മതങ്ങളുടെ സ്വാധീനം വളരെ വ്യക്തമാണ്. ഇപ്പൊ ഇയാൾക്ക് ഇത് കൊടുത്തത് യൂനിസിന് കേരളത്തിൽ വന്നിട്ടുണ്ട്. കേരളത്തിൽ പല സർവകലാശാലകളിലും അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടുണ്ട്, അറിയാമല്ലോ. അതെ. നമ്മുടെ അമൃത യൂണിവേഴ്സിറ്റിയിൽ വരെ അദ്ദേഹം വന്നിട്ട് പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയാൻ കാരണം, അന്ന് നമുക്ക് അറിയുന്നില്ലല്ലോ, നമ്മൾ ഇദ്ദേഹം ഒരു നൊബേൽ ലോറേറ്റ് ആണ്, ഒരു ഖേമനാണെന്ന്. അപ്പൊ ഈ മൈക്രോ ഫൈനാൻസ് എന്നത് വിദഗ്ധമായിട്ട് സാധാരണക്കാരെ പട്ടിണി മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ആസൂത്രണം ചെയ്തു എന്നാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇത്തരക്കാരെ ഈ രീതിയിൽ കൃത്യമായി റിസർച്ച് ചെയ്യിച്ച് ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്യുന്നതിൽ ചൈനയുടെ പങ്ക് ഉണ്ടോ എന്ന് അന്വേഷിക്കപ്പെടേണ്ടതാണ്. അത് സംശയമില്ലാതെ പറയുകയും ചെയ്യാൻ പറ്റും. കാരണം ഈ നോബൽ പ്രൈസ് എന്ന് പറയുന്നത് ഒരു വിചിത്രമായ സംഗതിയാണ്. അതായത് തന്റെ ഹോസ്പിറ്റലിൽ മരുന്ന് തീർന്നിട്ട് രോഗികൾ വേദനിച്ച് വാവിട്ട് കരയുമ്പോൾ മദർ തെരേസ പറഞ്ഞത് ദൈവത്തിന്റെ പരീക്ഷണമാണ്, നിങ്ങളെ പരിശോധിക്കുകയാണ്, അതുകൊണ്ട് മരുന്നില്ലെങ്കിലും നിങ്ങൾ പ്രാർത്ഥിച്ച് കിടന്നാൽ മതി എന്നാ പറഞ്ഞു. അവർക്ക് കിട്ടിയല്ലോ ഈ സാധനം. ഇത് കിട്ടാതിരിക്കുന്നവരെയാണ് ഞാനിപ്പോൾ ഈ സാധനം കിട്ടാതിരിക്കുന്നവരെയാണ് ഞാനിപ്പോൾ ഏറ്റവും നല്ല ആളുകൾ എന്ന് വിചാരിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാല്, നമ്മുടെ വിശ്വവിഖ്യാതനായ, എനിക്ക് വളരെ പ്രിയപ്പെട്ട യുക്തിവാദിയാണ് നമ്മുടെ അദ്ദേഹത്തിന്റെ പേരുപ്പെട്ട ഫയൽ വരുന്നില്ല, അദ്ദേഹം ഒരു ഹെൽസ് ഏഞ്ചൽ എന്ന് പറഞ്ഞിട്ട് ക്രിസ്റ്റഫർ ഹിച്ചൻസ് വളരെ വളരെ ഔട്ട് സ്പോക്കൺ ആയിട്ടുള്ള ആളാണ്. അദ്ദേഹം ഹെൽസ് ഏഞ്ചൽ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടു നോക്കണം. അതിൽ മനസ്സിലാവും ഈ നൊബേൽ പ്രൈസ് കിട്ടുന്നതിന്റെ ചില ഹിക്കുമത്തുകൾ നമുക്കറിയാത്ത ചിലതുണ്ട്. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ ഒരു ബാംഗ്ലാദേശ് നടക്കാൻ പോകുന്ന എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയുടെ സോറോസ് വല്യപ്പാപ്പനും ഇതിൽ പങ്കുണ്ടാവില്ലേ, അല്ലേ? എല്ലാവർക്കും ഉണ്ട് അജണ്ട. ഇതൊരു ആഗോള അജണ്ടയാണ്. ഈ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിൽ കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയുള്ള ഒരു പ്രവർത്തനമാണ് നടക്കുന്നത്. ഡെമോഗ്രഫിക് ചേഞ്ചസ്, ക്ലൈമറ്റിക് ചേഞ്ചസ്, ഈ ലോകത്തിന്റെ ശ്രദ്ധ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് വരുന്നു എന്ന മുന്നറിയിപ്പ്, ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട്
ആളുകൾ വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു പരിപാടിയാണിത്. ഇത് വർഗീയ ലഹളയാണോ എന്ന് ചോദിച്ചാൽ ഈ വെട്ടിക്കൊല്ലുന്ന കാക്കാമാർക്ക് ബോധമില്ല. ഇത് ചെയ്യിപ്പിക്കുന്നവർക്കാണ് ഇതിനെ പിന്നെ ശരിയായ ഉത്തരവാദിത്തം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഇത് ഇട്ടിരുന്നു. അതായത് ഇസ്കോണിന്റെ ഒരു പ്രവർത്തക, സീനിംഗ്ലി ഒരു ഡോക്ടറാണ്. അവര് ഈ ഒരു ഇസ്ലാമിക് ഒരു നല്ല ഊശാൻ താടിക്കാരന് മരുന്ന് വായിൽ ഇങ്ങനെ കുടിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ എന്റെ താഴെ എഴുതി, വിഷപ്പാമ്പിന് പ്രോട്ടീൻ കൊടുക്കുന്ന ഇസ്കോൺ പ്രവർത്തകമാണ്. എന്നുവെച്ചാല് ഇത് തിരിഞ്ഞു കൊത്തും എന്ന് ചിന്ത ഇല്ലാതെ പ്രവർത്തിച്ച ഇസ്കോണിനെയും ഞാൻ ഇപ്പോൾ ആ കാര്യത്തിൽ വിമർശിക്കുകയാണ്. കാരണം ഈ സർവധർമ്മ സമഭാവനയ്ക്ക് ഒരു കുഴപ്പമുണ്ട്. എല്ലാവർക്കും അത് തോന്നണ്ടേ? അവനവന്റെ കിതാബിൽ ചെറുപ്പം മുതൽ എഴുതി വെച്ചിരിക്കുന്ന അന്യമത വിരോധമാണ്. അവൻ 4 വയസ്സ് മുതൽ അത് പഠിച്ചു വരുന്നവനാണ്. ഇവിടെ 18 വയസ്സ് വരെ മതം എന്തെന്നറിയാതെ നടന്നിട്ട് പെട്ടെന്ന് മതം പഠിച്ച ആവേശത്തിൽ ഇസ്കോണിൽ ചേരുന്നവൻ ഇവന്റെ വിഷം തിരിച്ചറിയുന്നില്ല എന്നുള്ള വലിയ പ്രശ്നം തന്നെയാണ്. അപ്പൊ മത പാഠശാലകൾ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ലോകത്തെവിടെയും ഒരു മതവും ഒരു ഗവൺമെന്റ് കൺട്രോൾ ഇല്ലാതെ പഠിപ്പിക്കപ്പെടരുത് എന്ന രീതിയിലേക്ക് ലോകരാജ്യങ്ങൾ വരേണ്ടതാണ്. ഇതിന്റെയൊക്കെ ഈ സ്റ്റുഡന്റ് എന്ന് പറയുന്ന വാക്കിൽ താലിബാൻ എന്ന് പറഞ്ഞ സ്റ്റുഡന്റിന് അർത്ഥമുള്ളൂ. ഈ സ്റ്റുഡൻസിനെ കൊണ്ട് നടന്ന ഈ പ്രൊട്ടസ്റ്റിന്റെ ഒക്കെ പിന്നില് റിലീജിയസ് ഇൻട്രസ്റ്റ് ആണുള്ളത്. ഇപ്പൊ കേരളത്തിൽ വളരെ ശക്തമായി പ്രവർത്തിച്ചിരുന്ന സിമിയുടെ ഫുൾ ഫോം എന്താണ്? നമ്മുടെ ജലീലിന്റെ സിമിയുടെ ഫുൾ ഫോം എന്താണ്? സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ എന്നാണ്. കേട്ടാൽ എത്ര നല്ല സ്റ്റുഡൻസ് ആണ്. പക്ഷെ എന്താണ് ശരിക്കും പഠിക്കുന്നത്? അതിഭീകരമായ മതവിദ്വേഷവും എങ്ങനെ ചിന്തകളെ കുട്ടികളെ കുത്തിവെക്കാമെന്നും അതുകൊണ്ട് എങ്ങനെ അന്യമതക്കാരെ ഒരു അവസരം വന്നാൽ ആക്രമിക്കാമെന്ന പാഠങ്ങൾ തന്നെയല്ലേ. അങ്ങനെ എത്ര എണ്ണം. ഇപ്പൊ അത് മാത്രമല്ല, ഇപ്പൊ വേറൊന്നും ജമാഅത്തെ ഇസ്ലാമിക്ക് വേറൊന്നുണ്ട്. എന്താണ് SIO, സ്റ്റുഡന്റ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ. ഞാൻ പറയുന്നത് വാള് ഉറയിൽ വെച്ചിട്ടുള്ള സിമിയാണ് SIO. സംശയമില്ലാത്ത കാര്യമാണ്. കാരണം അവർ ഇപ്പോൾ പുറത്ത് അവരുടെ പല്ലുകൾ കാണിക്കുന്നില്ല, ദംഷ്ട്ര കാണിക്കുന്നില്ല. പക്ഷെ ആശയപരമായിട്ട് അന്യമത വിരോധം തന്നെയാണ് ഇസ്ലാമിന്റെ ബെഡ് റോക്ക് എന്ന് പറയുന്നത്. പക്ഷേ ഇതിപ്പോ ക്രിസ്ത്യാനിറ്റിയിലുണ്ട്. വിഗ്രഹത്തെ ആരാധിക്കുന്നവർ ഭാവികളാണ്, ലോകം മുഴുവൻ നശിച്ചാലും അവർ രക്ഷപ്പെടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും അവർക്കത് പ്രായോഗികമാക്കുന്നില്ല. അവരിൽ പലരും വിദ്യാഭ്യാസം നേടുകയും ഇതര സമൂഹങ്ങളോട് ഇടപെടി ജീവിക്കുകയും ചെയ്തിട്ട് കുറെ പേരൊക്കെ വളരെയധികം അവര് മാറുക മാത്രമല്ല, മതത്തെക്കാൾ സഹവർത്തിത്വമാണ് വലുതെന്ന് ചിന്തിച്ചു വരുന്ന ക്രിസ്ത്യാനികളുടെ എണ്ണം കൂടി വരുന്ന കാലഘട്ടമാണ്. കാരണം ലോകം മുഴുവനുള്ള മതവിമർശനത്തിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് കത്തോലിക്കരായിട്ട് ജനിച്ചു വളരുകയും അതിനെ പിന്നീട് ഉപേക്ഷിക്കുകയും ചെയ്തവരാണ്. അത്തരത്തിൽ ഇസ്ലാമിക സമൂഹത്തിൽ ഒരാൾ പോലും വന്നാൽ അവനെ അപ്പോൾ കൊല്ലണമെന്നാണ് മുഹമ്മദിന്റെ നിയമം. ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഹദീസിൽ പറയുന്നുണ്ട്, ഒരു ആള് ചോദിക്കുകയാണ് മുഹമ്മദിനോട്, ഒരു വ്യക്തി ഇസ്ലാം മതത്തിനകത്ത് പ്രവേശിച്ച ശേഷം തിരിച്ചു പോയാൽ, ഇസ്ലാം മതം ഉപേക്ഷിച്ച് തിരിച്ചു പോയാൽ എന്ത് ചെയ്യണമെന്ന്. ഉടനെ മുഹമ്മദ് പറയുന്ന ഒരു ഉദാഹരണമാണ്, ഒരു മാനിന്റെ വയറിൽ കൊണ്ട അമ്പ് ചിലപ്പോൾ അതിലൂടെ തറച്ച് പുറത്തേക്ക് പോയേക്കാം. അങ്ങനെ വരുമ്പോൾ അത്തരം ആളുകളെ അപ്പോൾ തന്നെ വധിക്കണമെന്നുള്ളതാണ് നിയമം, ഇസ്ലാമിക നിയമം. കഴുത്തിലാണ് കേട്ടോ, വയറിലല്ല. അതെ, മാനിന്റെ കഴുത്തിൽ ഒരു അസ്ത്രം കൊണ്ടുകഴിഞ്ഞാൽ അത് പുറത്തേക്ക് തെറിച്ചു പോകുന്ന പോലെ ചിലർ മതത്തിനകത്ത് വന്ന് പെട്ടെന്ന് പോകുന്നത് കാണാം. ഇപ്പൊ നമ്മുടെ ആരിഫ് മുഹമ്മദ് തന്നെ, മാൻ നമ്മുടെ ആരിഫ് ഹുസൈനെ പോലെ മതത്തിൽ ജീവിച്ചിട്ട് പെട്ടെന്ന് മതത്തിൽ നിന്ന് നിരാശം ചെയ്യുന്നവരെ കൊല്ലണമെന്ന് തന്നെയാണ് മുഹമ്മദ് നബിയുടെ ഉപദേശം. അത് അക്ഷരം പ്രതി അനുസരിക്കുന്നവരും അല്ലെങ്കിൽ അത് വിശ്വസിക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ മത പഠിതാവും വിദ്യാർത്ഥിയും. ഇത്തരത്തിൽ വന്നിട്ടുള്ള ആള് തന്നെയാണല്ലോ പിന്നെ മുഹമ്മദ് യൂനുസും. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് വേറെ ഡെക്കറേഷനും വേണ്ട, അവരും ബേസിക്കലി ഈ ഒരു എഡ്യൂക്കേഷനോടെ വന്നവരാണ്. അപ്പൊ ഈ മത പഠനത്തിന്റെ അടിസ്ഥാനപരമായ അന്യമത നിന്ദയും ദ്വേഷവും തന്നെയാണ് ചൈനയെ പോലെയുള്ള ശക്തികൾ വളരെ ആസൂത്രിതമായി മറ്റു പല രീതിയിലും ആളി കത്തിച്ചുകൊണ്ട്, അത് കർഷക സമരമാവാം, അല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് ആവാം, സ്റ്റുഡൻസ് പ്രൊട്ടസ്റ്റ് ആവാം, അതിലൂടെ രാജ്യങ്ങളെ അസ്ഥിരപ്പെടുത്തുകയും ഏഷ്യയുടെ പൂർണ്ണ നിയന്ത്രണം ചൈനയിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങുന്നത്. ഇപ്പൊ നേരത്തെ അങ്ങ് വായിച്ചാൽ നമ്മുടെ തസ്ലിമ നസ്റിന്റെ ആ സ്റ്റേറ്റ്മെന്റിൽ പാകിസ്ഥാനെ പറ്റി പറഞ്ഞല്ലോ. പാകിസ്ഥാനെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത്, പാകിസ്ഥാൻ ഇന്ന് മാത്രമല്ല എല്ലാ കാലത്തും ഒരു ഡമി നേഷനാണ്. ഒരിക്കലും പാകിസ്ഥാൻ ഒരു സ്വത്വബോധമുള്ള രാജ്യമായി ഇരുന്നിട്ടില്ല. അത് തുടക്കം മുതലേ ഒരു ഡമി നേഷനാണ്. പലരുടെ താല്പര്യങ്ങൾ ഭാരതത്തിനെതിരെ ഉപയോഗിക്കുന്ന ഒരു ഡമി നേഷനാണ് പാകിസ്ഥാൻ. ഇപ്പോൾ ഇതുവരെ അല്ലാതിരുന്ന, ഇപ്പോൾ ഷെയ്ഖ് ഹസീനയുടെ ഒക്കെ കാലത്ത് കുറെയൊക്കെ സ്വത്വബോധം തിരിച്ചു പിടിച്ച ബാംഗ്ലാദേശ് ഇപ്പോൾ തീർത്തും ചൈനയുടെ ഡമി നേഷനായി മാറിയിരിക്കുകയാണ്. ഇത്തരത്തിൽ ഈ തോതിൽ കൊലപാതകങ്ങൾ തുടരുകയാണെങ്കിൽ വളരെ താമസിയാതെ അവിടെ ഒരു മനുഷ്യൻ പോലും എണീറ്റ് നിന്ന് ഞാൻ മറ്റു മതസ്ഥനാണെന്ന് പറയാൻ ധൈര്യം കാണിക്കാത്ത വിധം അപകടകരമായ സാഹചര്യം ഉണ്ടായി. ആചാര്യ ചിന്മയെ അറസ്റ്റ് ചെയ്ത ദിവസം അന്ന് പിന്നെ അവിടെ ചൈനീസ് ഹൈക്കമ്മീഷണറേറ്റിലാണെന്ന് തോന്നുന്നു. അവിടെ ഇവർക്കൊരു ഡിന്നർ കൊടുത്തു നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾക്ക്, പ്രതിനിധികൾക്ക്. മാത്രമല്ല ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങോട്ടേക്ക് കൊണ്ടുപോയി ചെയ്തല്ലോ ഇവരെയൊക്കെ.
ഞാനൊരു കാര്യം പറയട്ടെ, ഇതിലൊരു രസകരമായ നമ്മുടെ ചങ്കിലെ ചൈനയൊക്കെ എഴുതിയില്ല, നമ്മുടെ ചിന്താ ജെറോമൊക്കെ, അവരൊക്കെ സത്യം പറഞ്ഞാൽ ഇപ്പൊ ബംഗ്ലാദേശിൽ വിടുക വേണ്ടത്, അവിടെ പോയിട്ട് സാഹചര്യം കണ്ടുപഠിക്കാൻ. ചങ്കിലെ ചൈന പുസ്തകം എഴുതിയില്ല, നമ്മുടെ ഇവിടുത്തെ ഒരു വളരെ പണ്ഡിത മന്യയായ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത്, ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾക്ക് വിരുന്ന് കൊടുത്തു. ഇതിന് തൊട്ട് മുമ്പ് കഴിഞ്ഞ കൊല്ലത്തെ ഇഫ്താറില് ഇസ്കോൺ ഇഫ്താർ നടത്തി. ആലോചിക്കണം, ഇസ്കോൺ എന്ന് പറഞ്ഞവർക്ക് ശൈവരെ കണ്ടുകൂടാ. ശിവനെ അവർ ഡെമിഗോഡായിട്ടാണ് കാണുന്നത്, മറ്റു ദേവതകളൊക്കെ നിന്ദയാണ്, കൃഷ്ണൻ മാത്രമാണ് അവരുടെ ദൈവം. അത്രയും ദ്വേഷം സ്വന്തം മതത്തിനകത്ത് പ്രയോഗിക്കുന്ന അവർ ഇത്രയും രാക്ഷസീയമായി ആക്രമിക്കുന്ന ഇസ്ലാം മതത്തിലെ ആളുകൾക്കും പണ്ഡിതന്മാർക്കും ഇസ്കോൺ പാർട്ടി നടത്തി എല്ലാ വർഷവും ബാംഗ്ലാദേശിൽ. ആ ചിത്രങ്ങൾ ഞാൻ അയച്ചു തരാം അനുജിക്ക്. ഇവർക്ക് മിഠായി തീറ്റിക്കലും ഇവരെ ലഡു തീറ്റിക്കലും ആയത് ഇപ്പൊ എന്താ പള്ളയിലൂടെ കത്തി കയറ്റുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങനെ തിരിച്ചു കൊടുക്കുന്നുണ്ട്. തീറ്റിച്ചനൊക്കെ കൃത്യമായിട്ട് തല്ലുകൊണ്ട് പഴുത്തു, ചിലര് കൊല്ലപ്പെട്ടു. ഇപ്പോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, ഇത്രയും റിലീജിയസ് ആയിട്ട് ഇത്രയും ഇടുങ്ങിയ ചിന്താഗതിയുള്ള ഇസ്ലാം മതത്തിന്റെ കഠിനമായ അനുയായികൾ ഉള്ളിടത്ത് സഹവർത്തിത്വം എന്നത് സാധ്യമോ എന്നാണ് എന്റെ ചോദ്യം. മൈ ബേസിക് ക്വസ്റ്റ്യൻ is coexistence, harmonious coexistence possible in an Islamic country? It is not. എന്നതാണ് കാണിക്കുന്നത്. ഒരു ഇസ്ലാമിക രാജ്യമായോ അവിടെ സഹവർത്തിത്വത്തിന് യാതൊരു പ്രാധാന്യമില്ല. നിങ്ങൾ ലഡു തീറ്റിച്ചാൽ തിരിച്ച് പള്ളക്ക് കത്തി കയറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. ഇവിടെ ഇപ്പൊ തസ്ലീമ നസ്രീൻ പറഞ്ഞ വിഷയം, അത് നമ്മൾ കാണുമ്പോൾ ഒരു കാര്യം, അതായത് ഇന്ത്യ സഹായിച്ചു എന്നിട്ടും നമുക്കെതിരെ നിലകൊള്ളുന്നു ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇത് കഴിഞ്ഞ ചർച്ചയിൽ നമ്മൾ കേൾക്കാനിടയായി. അതുപോലെ തങ്ങൾക്കൊരു അനുകൂലമായ നിലപാടുണ്ടാകും എന്ന പ്രതീക്ഷയിൽ ഇസ്കോണിന്റെ ആളുകൾ അവിടെ ബംഗ്ലാദേശിലുള്ള മത നേതാക്കൾക്ക് മിഠായി വിതരണം നടത്തുന്നു എന്ന് പറയുന്നു. ഇവിടെ വിഷയം നമ്മൾ കാണേണ്ടത്, തിരിച്ച് ഇങ്ങോട്ടൊരു സംഗതി ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ നമ്മളൊരു കാര്യം ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്നത് തന്നെയാണ് അവിടുത്തെ ഒരു പ്രശ്നം എന്നാണ് ഞാൻ പറയാം. ഇന്ത്യ ഒരു നിലപാടെടുക്കുന്ന എന്തിന്റെ പേരിലാണ്? ഇപ്പോൾ ബംഗ്ലാദേശിന്റെ വിഷയത്തിൽ നമ്മൾ അവിടെ കാണുന്ന വിഷയം, അവിടെ ഇത്തരത്തിലുള്ള ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് ഉണ്ട് എന്നുള്ളതിന്റെ പേരിലാണ്. അവിടെ ഇപ്പോൾ ഹിന്ദു ആണോ ആക്രമിക്കപ്പെടുന്നത്, മുസ്ലിം ആണോ ആക്രമിക്കപ്പെടുന്നത് എന്ന് നോക്കിയിട്ട് മാത്രമല്ല, അവിടെ ആരാക്രമിക്കപ്പെട്ടാലും നമുക്ക് വിഷയം തന്നെയാണ്. പക്ഷേ ഇതിലൊരു ഒരു എക്സ്ട്രാ കൺസേൺ വരുന്നത് എവിടെയാണ്? അത് ഇതുപോലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നിലവിളിക്കുന്ന ആളുകൾ, അത് ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ നമ്മളുടെ പാലസ്തീനിലൊക്കെ ഒരു ചെറിയൊരു നിലവിളി ഉണ്ടായാൽ മതി. ചിലപ്പോൾ ഒന്ന് തിരിഞ്ഞു കിടക്കുമ്പോൾ കയ്യിന്റെ മുകളിൽ കടന്നപ്പോൾ ഒരു നിലവിളിച്ചതായിരിക്കാം, അതുപോലും ഇസ്രായേൽ ബോംബിട്ടതാണെന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഉള്ള നിലവിളി പോലും ഉണ്ടാക്കുന്ന ആളുകൾ ഇവിടെ കൃത്യമായിട്ട് ഒരു മതന്യൂനപക്ഷത്തെ വേട്ടയാടുന്നത് കണ്ണിന്റെ മുന്നിൽ നടക്കുമ്പോൾ പോലും അത് കണ്ടില്ല എന്ന് നടിക്കുക മാത്രമല്ല, ഇസ്കോണും ഒരു കൾട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ലഘൂകരിക്കാൻ വേണ്ടി നോക്കുന്ന ആളുകൾ, അതുകൂടാതെ കണക്കുകൾ ശരിയല്ല, BBC റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പല പല തരത്തിലുള്ള വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇതിനെ ലഘൂകരിക്കുന്നത് കാണുമ്പോൾ അവിടെയാണ് നമുക്കിതിനെ കൺസേൺ വരുന്നത്. അതല്ലാതെ ഞാൻ ആ ഒരു സംഗതിയോട് യോജിക്കുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ സഹായിച്ചു അതുകൊണ്ട് അതൊരു നാർസിസ്റ്റിക് ട്രേറ്റ് ആണ്. നമ്മളൊരു സാധനം അങ്ങനെ വരണം എന്ന് പ്രതീക്ഷിച്ചിട്ട് നമ്മളൊരു കാര്യം ചെയ്യുക എന്ന് പറയുന്നത് അങ്ങനെയല്ല. നമ്മളുടെ ഇപ്പോൾ നിങ്ങളുടെ ഈ മതപരമായിട്ട് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സനാതന ധർമ്മത്തിൽ എന്തായിരിക്കും പറയുന്നത് നിങ്ങൾ ആലോചിച്ചാൽ മതി. അതായത് നിങ്ങൾ തിരിച്ചെന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണോ നിങ്ങളൊരു നന്മ ചെയ്യേണ്ടത്? അങ്ങനെയല്ലല്ലോ. അത് നന്മയല്ല എന്നേ ഞാൻ പറയുള്ളൂ. അതൊരു കച്ചവടമാണ്. നിങ്ങളൊരു സാധനം, നിങ്ങൾക്ക് ഹൂറികളെ കിട്ടുമെന്ന് വിചാരിച്ച് നിങ്ങളൊരു കാര്യം ചെയ്താൽ അതെന്താണ്? അത് കച്ചവട യുക്തിയാണെന്നേ ഞാൻ പറയുള്ളൂ. യെസ്, നമ്മളൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല, പക്ഷെ നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യും. അത് ഇനിയും നമ്മൾ ചെയ്യണം എന്നാണ് ഞാൻ പറയുക. ഇവിടെയും അത് ആവർത്തിക്കണം എന്നാണ് ഞാൻ പറയാം. ഓക്കെ, ശ്രീ സലീം മടവൂരും നമ്മുടെ സംവാദത്തിൽ അതിഥിയായി എത്തിയിട്ടുണ്ട്. സലീം മടവൂർ, 3 ദിവസം മുമ്പ് നടന്ന ഡിബേറ്റിൻ്റെ തലക്കെട്ട് ഇതായിരുന്നു, ബംഗ്ലാദേശ് ഇസ്ലാമിക രാഷ്ട്രമാകുമോ എന്നാണ്. ഇന്നിപ്പോൾ ഇസ്ലാമിക രാഷ്ട്രത്തിലേക്കുള്ള ചുവട് വെയ്പ്പുകളാണ് ഇപ്പോൾ ദൃശ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഭരണഘടനയിൽ മതേതരത്വം എന്ന വാക്ക് അനാവശ്യം എന്ന് ബംഗ്ലാദേശ് അറ്റോർണി ജനറൽ സുപ്രീം കോടതിയിൽ നിലപാട് എടുത്തിരുന്നു. ഇപ്പോഴിതാ വംഗബന്ധു ഷെയ്ഖ് മുജിബുർ റഹ്മാൻ്റെ ചിത്രം കറൻസി നോട്ടുകളിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. മതനിരപേക്ഷ ബംഗ്ലാദേശിൻ്റെ ചരിത്രം തന്നെ മായ്ച്ചു കളയാനല്ലേ ശ്രമം? അങ്ങനെയല്ലേ ഇതിനെ നോക്കി കാണേണ്ടത്? ബംഗ്ലാദേശിൻ്റെ പല നേതാക്കളുമായിട്ട് എനിക്ക് നേരിട്ട് വ്യക്തിബന്ധമുള്ള ആളുകളുണ്ട് ഇപ്പോഴത്തെ ഇതിൽ. ആ വ്യക്തിബന്ധം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. ചൈനയിൽ നടന്ന ഒരു പൊളിറ്റിക്കൽ വർക്ക്ഷോപ്പിൽ, ഏതാണ്ട് 20 ദിവസം നീണ്ടു നടന്ന ഒരു സൗത്ത് ഏഷ്യൻ പൊളിറ്റിക്കൽ വർക്ക്ഷോപ്പിൽ ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ കൂടെ ഞാനും ഒരു അംഗമായിരുന്നു.
ചൈനയിൽ വെച്ച് ബെയ്ജിങ്, പറഞ്ഞേ ഷാങ്ഹായ്. ഉള്ളൂ. അതെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അപ്പൊ അതിൽ ഇന്നത്തെ അറ്റോർണി ജനറൽ, അവിടുത്തെ അഡ്വക്കേറ്റ് ജനറൽ, ഇപ്പോൾ ഉള്ള ഇവരുണ്ട്. എല്ലാ പാർട്ടിയുടെയും അന്ന് അവരുണ്ടായിരുന്നു. ശ്രീലങ്ക, നേപ്പാള്, പിന്നെ മാലദ്വീപ്, ഇത്തരം സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള, പാകിസ്ഥാൻ ഒഴിച്ചുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ആ വർക്ക്ഷോപ്പിൽ ഉണ്ടായിരുന്നത്. അവിടെ ആ വ്യക്തിബന്ധം ഉപയോഗിച്ചുകൊണ്ട് ആ സൗഹൃദം ഇപ്പോഴും തുടരുന്നുണ്ട് അവരൊക്കെ. അപ്പൊ അത് ഉപയോഗിച്ച് ഞാൻ ഇന്നലെ അറ്റോർണി ജനറൽ അസദുദ്ദീൻ അദ്ദേഹം ഇത് നിഷേധിക്കുക, ഈ പറയുന്ന വാർത്തകൾ അവർ നിഷേധിക്കുക. നിഷേധിച്ചു എന്ന് മാത്രമല്ല, എനിക്ക് അദ്ദേഹം ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ വാഹനം, കാരണം അവര് അറ്റോർണി ജനറലും സുപ്രീം കോടതിയിലെ അവിടുത്തെ സീനിയർ അഭിഭാഷകൻ സുദീപ് ചാറ്റർജി, അദ്ദേഹം അവിടുത്തെ ഗുണോ ഫോറത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രസിഡന്റാണ്, സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകനാണ്. അപ്പൊ ഞാൻ രണ്ടുപേരും യാത്ര ചെയ്യുമ്പോൾ ഉടനെ തന്നെ വീഡിയോ കോളിൽ ഈ ശ്രീ സുദീപ് ചാറ്റർജിക്ക് ഫോൺ കൊടുത്തു. ഇവര് ഇന്നലെ ചിറ്റഗോങ്ങിലെ കലാപബാധിത പ്രദേശങ്ങളിൽ പോയിട്ട് നേരിട്ട് പ്രസിഡന്റിന്റെ പ്രതിനിധികളായിട്ട് പോവുകയാണ്, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പല വാർത്തകളിൽ കുറെ പിശകുണ്ട് ഇവിടെ വരുന്ന വാർത്തകൾ ഈ കലാപം സംബന്ധിച്ചുകൊണ്ട്. ഇപ്പൊ അവിടുത്തെ യുവ അഭിഭാഷകൻ, അപ്പൊ അദ്ദേഹം, ഞാൻ അതിന്റെ ഫുൾ വീഡിയോ എന്റെ ഒരു യൂട്യൂബ് ചാനലിൽ ഞാൻ നാളെ പോസ്റ്റ് ചെയ്യും, ഫേസ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്, കാരണം അത് നീണ്ട വീഡിയോ ആയതുകൊണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നത്, ഈ സൈഫുൽ ഇസ്ലാം എന്ന് പറയുന്ന, സൈഫുൽ ഇസ്ലാം എന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേര്, 30 വയസ്സുള്ള അഭിഭാഷകൻ. അപ്പൊ അദ്ദേഹം കൊല്ലപ്പെട്ടത്, അദ്ദേഹം അവിടുത്തെ ഇവിടെ പ്രചരിപ്പിക്കുന്നത് അദ്ദേഹം പിന്നെ ഈ ചിന്മയദാസിന് വേണ്ടി കോടതിയിൽ വന്ന ആളാണെന്നാണ്. അതല്ല, അദ്ദേഹം അവിടുത്തെ നമ്മുടെ APP റാങ്കിലുള്ള ഗവൺമെന്റിന്റെ വക്കീലാണ്. ഈ സൈഫുൽ ഇസ്ലാം എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ വക്കീലാണ്. ഈ ശ്രീ ചിന്മയദാസിന്റെ അഭിഭാഷകനല്ല. കലാപകാരികളുമായിട്ടുള്ള ഏറ്റുമുട്ടലാണ്. അപ്പൊ അവിടെ ഉണ്ടായൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഞാൻ അക്രമങ്ങളെ ഒന്നും ന്യായീകരിക്കുകയല്ല, അവിടുത്തെ ബംഗ്ലാദേശിന്റെ പതാക താഴെയും ആ സംഘടനയുടെ ഇസ്കോൺ എന്ന് പറയുന്ന ഇന്റർനാഷണൽ കൃഷ്ണ ഫോറോ, എന്താ അതിന്റെ പേര്, ഇസ്കോൺ എന്ന് പറയുന്നത്, കോൺഷ്യൻസ് കൃഷ്ണ കോൺഷ്യൻസ്, അതിന്റെ പതാക മുകളിലും താഴെ രാജ്യത്തിന്റെ പതാകയും കെട്ടിയ സമയത്ത് സ്വാഭാവിക ലോകത്ത് ഏത് രാജ്യത്തും അത് അനുവദിക്കുന്നതല്ല. അപ്പോഴാണ് അദ്ദേഹത്തിനെതിരെ കേസ് വന്നത്. അദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ചു ചിറ്റഗോങ്ങിലെ കോടതി. അപ്പോ ആ വാഹനം തടഞ്ഞുകൊണ്ട് കോടതിയിൽ കുഴപ്പമുണ്ടാക്കി. അപ്പൊ അതോടുകൂടിയാണ് പ്രശ്നങ്ങൾ വന്നത്. അപ്പൊ ഇപ്പൊ അവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ, അദ്ദേഹം എന്നോട് പറഞ്ഞത് കോടതിയിലെ കോടതിയിൽ വരാൻ ഹിന്ദു അഭിഭാഷകർ ഭയപ്പെടുന്നു, അറസ്റ്റിനെ ഭയപ്പെടുന്നു. അപ്പൊ അതിന്റെ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി പ്രസിഡന്റിന്റെ പ്രതിനിധി, അവിടുത്തെ പ്രസിഡന്റിന്റെ പ്രതിനിധി, ഞാനൊരു അറിവിന് വേണ്ടി പറയാണ്, അവിടുത്തെ പ്രസിഡന്റിന്റെ പ്രതിനിധി നേരിട്ട് അവിടെ പോയി. ഇന്നലെ ഇവരൊക്കെ അവിടെ പോയി. അപ്പോൾ അത് കൂടുതൽ സമാധാനപരമായി അത് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നതെന്നാണ് അവർ പറഞ്ഞത്. അതേസമയത്ത് അക്രമങ്ങളുണ്ട്, വ്യാപകമായ അക്രമം. അദ്ദേഹം ഇന്നലെ എന്നോട് പറഞ്ഞു, അക്രമങ്ങൾ പല സ്ഥലത്തും ക്ഷേത്രങ്ങൾക്ക് നേരെ അക്രമങ്ങൾ നടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നല്ല വാർത്തകളുണ്ട്. ഈ ഞാൻ ചോദിച്ചവരോട്, ഈ മുസ്ലിം തീവ്രവാദി സംഘടനകളൊക്കെ തന്നെ ഇവരുടെ നിലപാട് എന്താണ് പ്രത്യേകമായി. ഇപ്പൊ പല സംഘടനകളും ക്ഷേത്രങ്ങൾക്ക് കാവൽ നിൽക്കുന്നു. മാറി മാറി രാഷ്ട്രീയ പാർട്ടികൾ ക്ഷേത്രങ്ങൾക്ക് കാവൽ നിൽക്കുകയാണ്. വളരെ സന്തോഷകരമായ ഒരു കാര്യമാണെന്ന് അദ്ദേഹം തന്നെ പറയും. ഗുണ ഫോറത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രസിഡന്റാണ് അദ്ദേഹം. അദ്ദേഹം യൂനിസിനെ എന്താ അവിടെ ഇരുത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചോ താങ്കള്? അല്ല, അദ്ദേഹം ഒരു നോബൽ സമ്മാന ജേതാവാണ്. അവിടുത്തെ ഗ്രാമീണ ബാങ്ക് സിസ്റ്റം ഒക്കെ തന്നെ തുടങ്ങിയിട്ടുള്ള വലിയൊരു ധനകാര്യ മേഖല. അദ്ദേഹത്തിന് എങ്ങനെ നമ്മള് നേരത്തെ ചർച്ച ചെയ്ത അതല്ല, അദ്ദേഹം ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ ഭരണാധികാരി അല്ല. ഇദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു, ഏതാണ്ട് 2 മാസക്കാലത്തോളം അവിടെ പൂർണ്ണമായും അരാജകത്വമാണ്. ഭരണകൂടം അവിടുന്ന് പോകുന്നു. ഷെയ്ഖ് ഹസീന അദ്ദേഹം ഭരണാധികാരി അല്ലെങ്കിൽ ഈ കറൻസി നോട്ടിന്ന് ഷെയ്ഖ് മുജിബുർ റഹ്മാന്റെ ഫോട്ടോ ഒക്കെ മാറ്റാനുള്ള അനുമതിയൊക്കെ കൊടുക്കുവോ? ഇപ്പൊ ആരാ ശരിക്കും ഭരിക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമി തന്നെയല്ലേ? അല്ല, ജമാഅത്തെ ഇസ്ലാമി ഈ ഭരണമാറ്റത്തിനെ സ്വാഭാവികമായിട്ടും പിന്തുണച്ചിട്ടുണ്ടാവും. കാരണം നേരത്തെ മുജീബുർ റഹ്മാന്റെ കൊലപാതകത്തിൽ പ്രതികളായിട്ടുള്ള എല്ലാ ആളുകളെയും, അത് ചില ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളുണ്ട് ഗൂഢാലോചനയിൽ, അവരൊക്കെ തന്നെ ഷെയ്ഖ് ഹസീന സാധിക്കുന്നിടത്തോളം ആളുകളെ പിടികൂടി നടപടിയെടുത്തിട്ടുണ്ട്. അത് ഉണ്ടാവേണ്ടതാണല്ലോ. ഒരാളെ മുജീബുർ റഹ്മാനെ, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 12ഓളം ആളുകൾ, കൊച്ചു കുട്ടിയടക്കം, അദ്ദേഹത്തിന്റെ വളരെ ഇളയ മകനെ അടക്കം ഒന്നിച്ച് രക്തരൂക്ഷിതമായി വെടിവെച്ച് കൊല്ലുകയാണ്. അപ്പൊ അതിലെ പ്രതികളെ സ്വാഭാവികമായിട്ടും ഷെയ്ഖ് ഹസീന കർശനമായ നടപടി എടുത്തുകൊണ്ട് അവർക്കെതിരെ നടപടി സ്വീകരിച്ചു. അപ്പൊ അതിന്റെ ഒരു വൈരാഗ്യം മറുഭാഗത്ത് കാണിക്കുന്നുണ്ടാവണം. ഏതായാലും ഷെയ്ഖ് ഹസീനന്റെ നടപടിയാണ് നമ്മൾ പിന്തുണയ്ക്കുന്നത് എന്നെ സംബന്ധിച്ച്. അപ്പൊ ശക്തമായ നടപടി ആ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് ഉണ്ടാവുകയും വേണം. കാരണം ഇത്രയും നിരപരാധികളായ, അതായത് മുജീബുർ റഹ്മാന്റെ 2 മക്കളുടെ ഭാര്യമാര്, അവർ 3 മാസം മുമ്പ് എങ്ങാനാണ് അന്ന് വിവാഹിതരായത്. 3 മാസം മുമ്പ് വിവാഹിതരായും സ്വപ്നങ്ങളുമായി വന്ന പെൺകുട്ടികളെ വെടിവെച്ച് കൊല്ലുകയാണ്. അത്രയ്ക്ക് ക്രൂരമായ സമീപനമായിരുന്നു അന്ന് അക്രമികളുടെ ഭാഗത്തുനിന്നുണ്ടായത്. അപ്പൊ അതിലെ പ്രതികളെ ഒരു പരിധിവരെ അവർ അറസ്റ്റ് ചെയ്തു, നടപടിയെടുത്തു. അത് അവരുടെ രാഷ്ട്രീയ വിജയമാണ്.
ഏതാണ്ട് 10-30 വർഷത്തോളം ഒളിവിൽ നടന്നിരുന്ന ആൾ 30-40 വർഷത്തോളം രാജ്യം വിട്ട് ലോകത്തിന്റെ പല ഭാഗത്തും ചുറ്റിക്കറങ്ങിയ ആളുകളൊക്കെ തന്നെ രാജ്യത്ത് പരമാവധി തിരികെ എത്തിച്ച് 1-2 ആൾ ഒഴിച്ചുള്ളവരൊക്കെ തന്നെ തൂക്കിലേറ്റി എന്നുള്ളത് നല്ല കാര്യമാണ്. ഞാൻ അതിനെ പിന്തുണയ്ക്കുന്നു. സന്തോഷകരമായ കാര്യമാണ്. അപ്പൊ അത് ആ കാര്യത്തിലൊക്കെ നടപടിയുണ്ട്. പക്ഷേ ബംഗ്ലാദേശിന് ഇന്ത്യയുടെ ഒരു സൗഹൃദ രാജ്യമായി നിർത്താനുള്ള ശ്രമം അത് നേരത്തെ വേണ്ടിയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ നേരത്തെ തന്നെ ഈ അയൽ രാജ്യങ്ങൾ ഇതൊക്കെ തന്നെ ചൈന നേരത്തെ തന്നെ വളരെ വളരെ ആസൂത്രിതമായിക്കൊണ്ട് നമ്മുടെ അയൽ രാജ്യങ്ങളെയൊക്കെ തന്നെ അവരുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഈ പറയുന്ന ബംഗ്ലാദേശും ഈ പറയുന്ന നേപ്പാളും ഒക്കെ ഒരു പരിധി വരെ ചൈനയാണ് അവിടുത്തെ പദ്ധതികൾ. ചൈന ഇന്ത്യക്കെതിരെ ഈ ശക്തികളൊക്കെ തന്നെ ആ രാജ്യങ്ങളുടെ ഭരണകൂടങ്ങളെ ഏതാണ്ട് വിലക്കെടുത്തതുപോലെയാണ്. ഞാനും മാത്രമല്ലെന്ന് വർക്ക്ഷോപ്പിൽ നമ്മുടെ ഫോർവേഡ് ബ്ലോക്കിന്റെ ജി ദേവരാജൻ, NCPയുടെ അന്നത്തെ 2 പ്രതിനിധി, അവർ രണ്ടാളും പിന്നെ അത് മാറിപ്പോ BJPയിലാണ്, പൂനെയിൽ, മഹാരാഷ്ട്രയിൽ. അങ്ങനെ ധാരാളം ഇന്ത്യയിൽ നിന്ന് 4-5 പ്രതിനിധികൾ ആ വർക്ക്ഷോപ്പിലുണ്ട്. 6 പേരും കണ്ടുണ്ട്. അപ്പോ ഈ ആളുകളൊക്കെ തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള അന്നേയുള്ള സമീപനം ഞങ്ങൾ വിലയിരുത്തി ഇവരൊക്കെ തന്നെ മറ്റ് രാജ്യങ്ങളൊക്കെ തന്നെ ഏതാണ്ട് ചൈനയുടെ ഒരു ഉപഗ്രഹങ്ങളാക്കി മാറ്റി. ആ രൂപത്തിലാണ് അവരുടെ അവതരണവും സംഭാഷണവും ഒക്കെ തന്നെ. അപ്പൊ അതിനെ ഇന്ത്യ നേരത്തെ കണ്ടറിഞ്ഞുകൊണ്ട് അയൽ രാജ്യങ്ങളെ കൂടെ നിർത്താനും അവിടെയൊക്കെ കൂടുതൽ ഇടപെടാനും സാധിച്ചില്ല എന്നുള്ളത് നമ്മുടെ വിദേശകാര്യ നയത്തിൽ പരാജയമാണ്. നമുക്ക് വളരെ നല്ല വിദേശ നയം, ഞാൻ എപ്പോഴും പറയും, ഇന്ത്യ കണ്ട ഏറ്റവും നല്ല വിദേശ നയം അടൽ ബിഹാരി വാജ്പേയിയാണ് കൊണ്ടുവന്നത്. IK ഗുജറാൽ പിന്നെ രണ്ടാമതേ വരുന്നുള്ളൂ. അടൽ ബിഹാരി വാജ്പേയിയാണ് ഇന്ത്യ കണ്ട ഏറ്റവും നല്ല അയൽ രാജ്യങ്ങളെ, എന്തിനേറെ പാകിസ്ഥാനെ പോലും ഒരു വേള അവിടുത്തെ ജനങ്ങളെ, അവിടുത്തെ ഭരണകൂടങ്ങൾ തീവ്രവാദി, അവിടുത്തെ ജനങ്ങളെ ഇന്ത്യയിലെ ഭരണ നേതാക്കളെ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, അടൽജിയെ ബഹുമാനിക്കുന്ന രൂപത്തിലേക്ക് അവിടെ ജനങ്ങളെ മാറ്റിയെടുക്കുന്നുള്ള സൗഹൃദത്തിന്റെ സമീപനം കൊണ്ടുവന്നത്. സലീം മടവു, വിദേശകാര്യ വിദഗ്ധനോട് തന്നെ ചോദിക്കാം. ഡോക്ടർ മോഹൻ വർഗീസ, ഫോറിൻ പോളിസി, ഇന്ത്യയുടെ ഫോറിൻ പോളിസിയിലുള്ള പരാജയമാണോ ഇത്? മറ്റൊരു കാര്യം കൂടി അറിയേണ്ടത്, നമ്മുടെ വിക്രം മിസ്ത്രിയുടെ ദൗത്യം എന്തായിരിക്കും? അതെ, വളരെ വളരെ ശ്രീ അനിൽ, വളരെ റെലവൻ്റായ ഒരു കാര്യമാണ്. ഈ ഭാരതത്തിൻ്റെ വിദേശ നയത്തിൽ എന്തെങ്കിലും പാളിച്ച പറ്റിയോ, ബംഗ്ലാദേശിൽ ഉരുത്തിരിഞ്ഞു വരുന്ന സാഹചര്യം മുൻകൂട്ടി മനസ്സിലാക്കുന്നതിൽ ഭാരതം പരാജയപ്പെട്ടോ, ഭാരതം ഇപ്പോൾ എടുക്കുന്ന സംയമനം പാലിക്കുന്ന ഒരു നിലപാട് എന്താണ് സൂചിപ്പിക്കുന്നത്? ഇതെല്ലാം തന്നെ പല കോണുകളിൽ നിന്നും വരുന്ന ചോദ്യങ്ങളാണ്. അത് ഓരോന്നായിട്ട് നമുക്ക് എടുക്കാം. ഇവിടെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിൻ്റെ പോളിസി, ഈ നോൺ അലൈൻമെൻ്റ് എന്ന് പറയുമ്പോഴും ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന വിഷയത്തിലാണ്. കാരണം നമ്മൾ ഒരു ചേരിയുടെ ഭാഗമല്ല, പക്ഷേ 100% ഭാരതീയ താല്പര്യം സംരക്ഷിക്കുന്ന വിദേശ നയം തന്നെയാവും ഭാരതം അഡോപ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ചില വിഷയങ്ങളിൽ റഷ്യയോട് സഹകരിക്കാവുന്ന വിഷയങ്ങളിൽ റഷ്യയോട് സഹകരിക്കും, അമേരിക്കയുമായിട്ട് സഹകരിക്കാവുന്ന വിഷയങ്ങളിൽ അമേരിക്കയോട് സഹകരിക്കും. ഒരു പരിധിവരെ ചില കാര്യങ്ങളിൽ ബ്രിക്സിനുള്ളിൽ ചൈന ഉൾപ്പെടെ ഉണ്ട് എന്നോർക്കണം. ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷനിൽ ഭാരതവും ചൈനയും ഉണ്ട് എന്ന് ഓർക്കണം. അതുകൊണ്ട് സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന് പറയുമ്പോൾ അടിയറവ് പറയാതെ, ഒരു ശക്തിയുടെ മുമ്പിലും അടിയറവ് പറയാതെ, പെർമനൻ്റായി ഒരു വിഷയത്തിൽ ഒരു കൃത്യമായ നിലപാട് ഒരു രാജ്യത്തിന് അനുകൂലമായി എപ്പോഴും എടുക്കാതെ വിഷയാധിഷ്ഠിതമായി സംസാരിക്കുന്ന നോൺ അലൈൻ മൂവ്മെൻറ്റിൻ്റെ പുതിയ രൂപമാണ് സ്ട്രാറ്റജിക് ഓട്ടോണമി. ആ സ്ട്രാറ്റജിക് ഓട്ടോണമി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ബംഗ്ലാദേശ് വിഷയത്തിലും നമ്മൾ പ്രതികരിക്കുന്നത്. നമുക്കറിയാം, ചൈന ഭാരതത്തിൻ്റെ ചുറ്റുപാടുമുള്ള ദക്ഷിണേഷ്യൻ രാജ്യങ്ങളെ ഭാരതത്തിനെതിരെ തിരിക്കുന്നുണ്ട് എന്നറിയാം. ഈ മേഖല അസ്ഥിരമാകേണ്ടത് ചൈനയുടെ ആവശ്യമാണ്. കാരണം ചൈനയുടെ ദക്ഷിണ മേഖല, സൗത്ത് ചൈന സീയുടെ ചുറ്റുപാടുമുള്ള ഏതാണ്ട് എല്ലാ രാജ്യങ്ങളുമായും ചൈനയ്ക്ക് അതിർത്തി പ്രശ്നങ്ങളുണ്ട്. പല ദ്വീപുകളുടെയും മേലുള്ള നിയന്ത്രണം ഫിലിപ്പീൻസുമായും ഇന്തോനേഷ്യയുമായും മലേഷ്യയുമായും എല്ലാം ചൈനയ്ക്ക് തർക്കങ്ങളുണ്ട്, അതിർത്തി തർക്കമുണ്ട്, മറ്റു തർക്കങ്ങളുണ്ട്. അപ്പോൾ അവിടെ വരുന്ന ഒരു പോരായ്മ പരിഹരിക്കാൻ ഭാരതത്തെ പൂർണ്ണമായി സൗത്ത് ഏഷ്യയിലേക്ക് തളച്ചിടുക എന്ന ഒരു ദൗത്യം, ഒരു ചിന്ത ചൈനയ്ക്കുണ്ട്. ഭാരതം ഇപ്പോൾ റഷ്യ ഉക്രൈൻ വിഷയത്തിലുൾപ്പെടെ, അറബ് ഇസ്രായേൽ വിഷയത്തിലുൾപ്പെടെ മധ്യസ്ഥത വഹിക്കാൻ തക്ക രീതിയിലുള്ള വളർച്ച നേടി എന്ന് പലരും വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ചൈനയ്ക്ക് ആ ഒരു അക്സെപ്റ്റൻസ് ഇല്ല. ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഭാരതത്തിന് ഇപ്പോൾ ലഭിക്കുന്ന തരത്തിലുള്ള ഒരു ഗ്ലോബൽ കോസ്മോപോളിറ്റൻ അക്സെപ്റ്റൻസ് ചൈനയ്ക്ക് ഇപ്പോഴും ഇല്ല. അവർ ഭാരതത്തേക്കാൾ വലിയ സൈനിക ശക്തി തന്നെയാണ്, സാമ്പത്തിക ശക്തിയുമാണ്, സമ്മതിക്കുന്നു. പക്ഷെ അവിടെ ഭാരതത്തെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ ചൈന കണ്ടെത്തുന്ന
ഒന്നാന്തരം മാർഗമാണ് ബെയ്ജിംഗ് ഇസ്ലാമാബാദ് ആക്സിസ് ഉപയോഗിച്ചുകൊണ്ട് ബെയ്ജിംഗ് ഇസ്ലാമാബാദ് ധാക്ക ആ ആക്സിസായി മാറുകയും അങ്ങനെ ഇന്ത്യയുടെ കിഴക്കും പടിഞ്ഞാറുമായി രണ്ട് അസ്ഥിര മേഖലകൾ സൃഷ്ടിക്കപ്പെടുക. പാകിസ്ഥാൻ രക്ഷപ്പെടണമെന്നുള്ള ചിന്തയൊന്നും ചൈനയ്ക്കില്ല, ബംഗ്ലാദേശ് രക്ഷപ്പെടണമെന്ന ചിന്തയൊന്നും ചൈനയ്ക്കില്ല. രണ്ട് പ്രദേശങ്ങളും അസ്ഥിരമാവുകയാണെങ്കിൽ സ്വാഭാവികമായി അത് ഫെയിൽഡ് സ്റ്റേറ്റ് ആയിട്ട് മാറും. ഈ ഫെയിൽഡ് സ്റ്റേറ്റിൽ സംഭവിക്കുന്നത് സ്ഥാപിത താല്പര്യക്കാർ, ഇപ്പം ജമാഅത്തെ ഇസ്ലാമിയുടെ എലമെൻറ്റുകൾ ഈ സ്റ്റുഡൻറ്റ് ഓർഗനൈസേഷനിൽ ഇൻഫിൽട്രേറ്റ് ചെയ്തുകൊണ്ട് പരകായ പ്രവേശനം നേടിക്കൊണ്ട് അവിടുത്തെ ആ ഒരു ജനങ്ങളുടെ, അത് സ്വാഭാവികമായി വന്ന ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ വന്ന ഒരു പ്രക്ഷോഭം അത് സ്വാഭാവികമായ കാരണം കൊണ്ട് വന്നതാണ്. സംവരണ വിഷയത്തിൽ 30% സംവരണം, ജോലികളിൽ 30% സംവരണം, ഈ ബംഗ്ലാദേശൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്ത ഫാമിലിയുടെ പിന്മുറക്കാർക്ക് കൊടുക്കണം എന്ന് പറയുമ്പോൾ അതൊരു വൈകാരിക വിഷയമാണ്. ആ വൈകാരിക വിഷയം കോടതി പോലും അതങ്ങനെ ഇപ്പോൾ വേണ്ട എന്ന് പറയുമ്പോൾ പോലും ആ പ്രക്ഷോഭം മറ്റൊരു ലെവലിൽ, ഒരു പ്രക്ഷോഭത്തിൻ്റെ മറവിൽ ചില ഇൻഫിൽട്രേഷൻ നടത്തി. അത് തീർച്ചയായും ചൈനയുടെ അറിവുണ്ട്, പാകിസ്ഥാൻ്റെ അറിവുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയാണ് ചെയ്യുന്നതെങ്കിൽ പോലും വ്യക്തമായ അറിവും പിന്തുണയുമുണ്ട്. അങ്ങനെ വരുമ്പോൾ ബംഗ്ലാദേശ് സ്ട്രക്ചറൽ വയലൻസിലേക്ക് നീങ്ങും. ബംഗ്ലാദേശിനുള്ളിൽ ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടും, ബംഗ്ലാദേശിനുള്ളിൽ ക്രമസമാധാന നില തകരും, അവിടുത്തെ ഗവൺമെൻറ് അസ്ഥിരമായിരിക്കും. അസ്ഥിരമായ ഒരു ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കുന്നത് പലപ്പോഴും അദൃശ്യമായ ചില സ്ഥാപിത താല്പര്യമുള്ള ശക്തികളായിരിക്കും. അതുതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ബംഗ്ലാദേശിൻ്റെ ഇപ്പോഴത്തെ ഭരണാധികാരി, അദ്ദേഹം പ്രധാനമന്ത്രി ആയിട്ടില്ല, അദ്ദേഹം ഇടക്കാല സർക്കാരിൻ്റെ കോർഡിനേറ്റർ മാത്രമാണ്. അദ്ദേഹം ഇപ്പോൾ ഒരു വലിയൊരു ശരശയ്യയുടെ പുറത്താണ് കിടക്കുന്നത്. അദ്ദേഹം, എനിക്ക് തോന്നുന്നത് അദ്ദേഹം രാഷ്ട്രീയക്കാരനല്ല എന്ന് പറയുന്നതിനോട് പൂർണ്ണ എനിക്ക് യോജിക്കാനാവില്ല. അദ്ദേഹം രാഷ്ട്രീയക്കാരൻ തന്നെയാണ്. 2006 അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ഘട്ടം വന്നു. അദ്ദേഹത്തിന് പ്രധാനമന്ത്രി പദമോഹമുണ്ടായിരുന്നു. പക്ഷേ ഷെയ്ഖ് ഹസീന അദ്ദേഹത്തെ വളരെ സമർത്ഥമായി എലിമിനേറ്റ് ചെയ്യുകയും അദ്ദേഹം ബംഗ്ലാദേശ് വിട്ട് ഓടി പോകേണ്ടി വരികയും ചെയ്തു. അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് കരുതിയിരിക്കുകയായിരുന്നു. ഇങ്ങനെ ദുർബലമായ ഒരു അവസ്ഥാവിശേഷം വന്നപ്പോൾ എല്ലാവരും വെള്ളിത്താലത്തിൽ വെച്ച് അദ്ദേഹത്തെ കൊണ്ടുവന്ന് സിംഹാസനത്തിൽ തൽക്കാലത്തേക്ക് ഇരുത്തി. അദ്ദേഹം ഒരു റബ്ബർ സ്റ്റാമ്പാണ്, ഗ്ലിറ്ററിങ് ഗ്ലോറിഫൈഡ് റബ്ബർ സ്റ്റാമ്പ്. അദ്ദേഹത്തിൻ്റെ നല്ല അധികാരം, അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ എല്ലാം തന്നെ പിന്നണിയിൽ എടുക്കുന്നത് ഈ നേരത്തെ പറഞ്ഞ സ്ഥാപിത താല്പര്യക്കാരായ ആളുകളാണ്. ആ താല്പര്യക്കാരായ ആളുകൾ ഈ തീരുമാനമെടുക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു വെടിക്ക് രണ്ട് പക്ഷി. ഒന്ന്, ഇസ്ലാമികവൽക്കരണം അവിടെ നടക്കുന്നു, അതൊന്ന്. അപ്പം താലിബാനൈസേഷൻ പോലെയുള്ള പാകിസ്ഥാനിലെ ഒരു മാനസികാവസ്ഥ പോലെ ബംഗ്ലാദേശിലും വരികയാണ്. എന്നാൽ ഓർക്കൂ, ബംഗാളികൾ ഒരിക്കലും, ബംഗാളി മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ഒരു പുരോഗമനപരമായ മൈൻഡ് സെറ്റാണ്. വലിയ കവികളെയും സാഹിത്യകാരന്മാരെയും എല്ലാം സൃഷ്ടിച്ച ഒരു ഒരു മനസ്സുണ്ട്. അത് കുറച്ച് ലിബറലാണ്, കുറച്ചൊക്കെ സെക്യുലറുമാണ്. അല്ലാതെ പാകിസ്ഥാൻ്റെ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നില്ല ചരിത്രപരമായി ബംഗ്ലാദേശിന്. അവിടെയും കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. വലിയ തോതിലുള്ള ഈ ഫ്രീഡം സ്ട്രഗിളിൻ്റെ സമയത്ത്, അല്ലെങ്കിൽ 47 വിഭജന സമയത്ത് വലിയ തോതിലുള്ള രക്തം അവിടെ ഒഴുകിയിട്ടുണ്ട്, സമ്മതിക്കുന്നു. പക്ഷേ ശരാശരി ബംഗ്ലാദേശുകാരൻ്റെ ഒരു DNA തന്നെ മാറുകയാണ്. അവിടെ വലിയ തോതിലാണ് മ്യാൻമാറിൽ നിന്നും റോഹിംഗ്യ അഭയാർത്ഥികൾ വന്ന് ലാൻഡ് ചെയ്യുന്നത്. അവർ മറ്റൊരു ജീനാണ്, മറ്റൊരു റേസാണ്, മറ്റൊരു വിഭാഗമാണ്, മറ്റൊരു ചിന്തയാണ്. അവർ മുസ്ലിങ്ങൾ തന്നെയാണ്, പക്ഷേ ബംഗാളികളല്ല, ബംഗ്ലാദേശികളല്ല. അങ്ങനെ വരുമ്പോൾ ബംഗ്ലാദേശിൻ്റെ ഡെമോഗ്രാഫിക് കോമ്പോസിഷൻ മറിയുന്നു. അതൊന്ന്. രണ്ട്, ഇപ്പോൾ ഇതാ കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശ് ചില നിയന്ത്രണങ്ങൾ എടുത്തു കളഞ്ഞു. പാകിസ്ഥാനിൽ നിന്നും കടന്നു വരുന്നവർക്ക് ഇപ്പോൾ വളരെ പെട്ടെന്ന് വിസ അനുവദിക്കാനായി ബംഗ്ലാദേശിൻ്റെ എല്ലാ എംബസികൾക്കും ഹൈക്കമ്മീഷണറുകൾക്കും ഓർഡർ കൊടുത്തിരിക്കുകയാണ്. പാകിസ്ഥാൻ പൗരന്മാരായ, പാകിസ്ഥാൻ ബന്ധമുള്ള ആർക്കും ബംഗ്ലാദേശിലേക്ക് കാര്യമായ നിയന്ത്രണങ്ങളില്ലാതെ സുഗമമായി വിസ നേടി വരാൻ സാധിക്കും. അതുപോലെ തന്നെ NOC എന്നൊരു കാര്യമുണ്ടായിരുന്നു. നേരത്തെ ഷെയ്ഖ് ഹസീനയുടെ ഗവൺമെൻറ് സ്ഥാപിച്ച 5 വർഷം മുമ്പ് 2019 തോന്നുന്നു, പാകിസ്ഥാനിൽ നിന്നും കടന്നു വരുന്നവർക്ക് ഒരു സെക്യൂരിറ്റി ചെക്ക്, പ്രത്യേക രീതിയിലുള്ള സെക്യൂരിറ്റി ചെക്ക്, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ദിവസം എടുത്തു കളയുന്നു. അപ്പോൾ ഡിസംബർ 2 മുതൽ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പാകിസ്ഥാൻ പൗരന്മാർക്ക് ബംഗ്ലാദേശിൽ വന്നിറങ്ങാം. ഇപ്പോഴതാ ചിറ്റഗോങ്ങിൻ്റെ തീരത്ത് ഒരു പാകിസ്ഥാൻ്റെ ചരക്ക് കപ്പലുണ്ട്. വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് പാകിസ്ഥാൻ്റെ കാർഗോ ഷിപ്പുകൾ യഥേഷ്ടം ചിറ്റഗോങ്ങിൽ വരുന്നത്. ഇതിനെ ഒന്നും ലാഘവത്തോടെ കാണാനാവില്ല. അതുകൊണ്ട് ഈ ആക്സിസ്, ഇപ്പോൾ ഇസ്ലാമാബാദ് ഢാക്ക ആക്സിസ്,
അതായത് ചൈനയുടെ അനുഗ്രഹാശിസുകളോടുകൂടി തന്നെ ഈ ആക്സിസ് രൂപപ്പെടുകയാണ്. ഇവിടെയാണ് ഇന്ത്യ കൺസേൺഡ് ആകേണ്ടത്. അതുകൊണ്ടാണ് ഇന്ത്യക്ക് വേണമെങ്കിൽ ഇന്ത്യക്ക് സൈനികമായ ശക്തിയുണ്ട്, ഇന്ത്യക്ക് ഇച്ഛാശക്തിയുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ ബംഗ്ലാദേശിനെതിരെ കായികമായി പ്രതികരിക്കാനാണെങ്കിൽ സംഭവിക്കുക, ബംഗ്ലാദേശ് ജനസംഖ്യയുടെ ഒരു 8% ഹൈന്ദവരാണ്. അത് 1,30,00,000 ആൾക്കാർ വരും. അവർ വളരെയധികം ബുദ്ധിമുട്ടിലാവും. കാരണം മഹാഭൂരിപക്ഷം വരുന്ന ഇസ്ലാമിക സഹോദരന്മാർ അല്ലെങ്കിൽ ബംഗ്ലാദേശിൻ്റെ ഭരണകൂടം അവർക്കെതിരെ ഭീകരത അഴിച്ചുവിട്ടാൽ ഇന്ത്യക്ക് എത്തിപ്പിടിക്കാനാവാത്ത രീതിയിലേക്ക് അവിടെ രക്തമൊഴുകും. അതുമാത്രമല്ല, ഇന്ത്യക്ക് അതിൻ്റെ ഫോളോ ഔട്ട് അഭയാർത്ഥികൾ രൂപത്തിൽ, ഹിന്ദു അഭയാർത്ഥികൾ മാത്രമല്ല മുസ്ലിം അഭയാർത്ഥികളും പോറസ് ബോർഡർ 4000 കിലോമീറ്റർ വരുന്ന ബോർഡർ, അത് ആസാമുമായി ബോർഡറുണ്ട്, ത്രിപുരയുമായി ബോർഡറുണ്ട്, ബംഗാളുമായി ബോർഡറുണ്ട്. ഈ 4000 കിലോമീറ്റർ വേലി കെട്ടി തിരിച്ചിട്ടൊന്നുമില്ല, നേരെ നടന്നു കയറാവുന്ന രീതിയിലാണ്. ഈ അതിർത്തി കടന്നു വരുന്ന 1 കോടിയിൽ പരം ആളുകൾ 71 വന്നതുപോലെ വീണ്ടും 1 കോടി ജനം ഇന്ത്യയിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ താങ്ങാനാവാത്ത ഭാരമാണ് ഇന്ത്യക്ക്. അതുകൊണ്ടാണ് ഇന്ത്യ പെട്ടെന്ന് പ്രതികരിച്ച് കായികമായി ഇവിടെ ഇരുന്നു കൊണ്ട്, തിരുവനന്തപുരത്ത് ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ കേരളത്തിൽ ഇരുന്നു കൊണ്ടോ ഡൽഹിയിൽ ഇരുന്നു കൊണ്ടോ നമുക്ക് പറയാം എന്തുകൊണ്ട് ഇന്ത്യ ഇടപെടുന്നില്ല, ശക്തമായി എന്തുകൊണ്ട് ഇടപെടുന്നില്ല. ഇന്ത്യ ഇപ്പോൾ ഇടപെടുന്നത് നയതന്ത്രപരമായ ശരിയായ ദിശയിലാണ്. ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് അതിശക്തമായ വാർണിംഗ് ബംഗ്ലാദേശിന് പോയിട്ടുണ്ട്. അതുമാത്രമല്ല, ഡൊണാൾഡ് ട്രംപാണ് വരുന്നത്, അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപാണ് വരുന്നത്. ട്രംപ് പരസ്യമായ നിലപാടെടുത്തു കഴിഞ്ഞു. ബംഗ്ലാദേശിലെ വംശഹത്യ അനുവദിക്കില്ല. അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുൻപ് തന്നെ, പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഇലക്ഷൻ മുൻപ് തന്നെ, ഞാനായിരുന്നു പ്രസിഡന്റെങ്കിൽ ഇത് സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ ട്രംപ് വരുന്നതിന് മുൻപുള്ള ഈ ഒരു ഇടക്കാലത്ത് പരമാവധി ഇൻട്രോഡ്സ് ഉണ്ടാക്കുക, അതിനുശേഷം പിന്നെ അവരുടെ ലക്ഷ്യങ്ങൾ, ഇടക്കാല ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുക എന്നതാണ് ഒരുപക്ഷെ ജമാഅത്തെ ഇസ്ലാമിയെ ഇപ്പോൾ പ്രേരിപ്പിക്കുന്നതും. ഇപ്പോഴത്തെ മുഹമ്മദ് യൂനിസിനെ കൊണ്ട് പരമാവധി അദ്ദേഹത്തെ അബദ്ധത്തിൽ ചാടിക്കുക, ഇത് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വിജയകരമായി കുറേയൊക്കെ നടത്തുന്നുണ്ട്. നോക്കൂ, ഇവിടെ സ്ട്രക്ചറൽ വയലൻസിൻ്റെ 3rd ഡിഗ്രിയാണ്. ഒരു അഭിഭാഷകനെ പോലും, ഇസ്കോണിൻ്റെ മുൻ പ്രവർത്തകൻ, മുൻ നേതാവ് സ്വാമി ചിന്മയ് പ്രഭു, അപ്പം ചിന്മയ് ദാസിന് ഒരു ജാമ്യം ലഭിക്കാൻ, ഒരു അഡ്വക്കേറ്റിന് ഒരു നിയമസഹായം പോലും ലഭിക്കുന്നില്ല. ഹാജരാകാൻ വക്കീലിനെ കിട്ടുമ്പോൾ ഏത് രീതിയിലാണ് രാജ്യം പോകുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സ്ട്രക്ചറൽ വയലൻസ് വരുന്നത് ബംഗ്ലാദേശ് ദുർബലമാകുമ്പോഴാണ്. ഇപ്പോൾ ദുർബലമായിരിക്കുന്നു, കൂടുതൽ ദുർബലമാകണം എന്ന് ഭാരതം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഭാരതം അതിനകത്ത് നേരിട്ട് ഇടപെടാത്തത്. അതുകൊണ്ടാണ് വിദേശകാര്യ സെക്രട്ടറിയെ അടുത്ത തിങ്കളാഴ്ച 2 ദിവസത്തിനുള്ളിൽ, ഇന്ന് വെള്ളിയാഴ്ച, ശനി, ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച 3 ദിവസത്തിനുള്ളിൽ ധാക്കയിലേക്ക് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി പറന്നിറങ്ങുന്നത്. വ്യക്തമായ നിർദ്ദേശങ്ങളോടുകൂടി തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇന്ത്യ ഒന്നും പ്രതികരിക്കുന്നില്ല എന്ന രീതിയിലുള്ള ഒരു നിർദ്ദേശങ്ങളോട് പൂർണ്ണമായി യോജിക്കാൻ കഴിയുന്നില്ല. വളരെ കരുതിക്കൂട്ടിയ ഒരു തീരുമാനം തന്നെയാണ് ഭാരതത്തിന്. സാവകാശം, സ്ലോ ആൻഡ് സ്റ്റഡി ബട്ട് സ്ട്രോങ്ലി ഇന്ത്യ ഈസ് റെസ്പോണ്ടിങ് ടു ദി ഇഷ്യൂ ഇൻ ബംഗ്ലാദേശ്. എന്തായാലും സൈനിക ഇടപെടൽ പറ്റില്ല, നയതന്ത്ര ഇടപെടൽ മാത്രമേ സാധ്യമാവൂ. അതിൻ്റെ ഭാഗമായിട്ടാണ് തിങ്കളാഴ്ച വിക്രം മിസ്ത്രി ധാക്കയിൽ പറന്നിറങ്ങുന്നത്. ആരിഫ് ഹുസൈൻ, മിസ്ത്രിയുടെ സന്ദർശനം നിലവിലുള്ള സംഘർഷങ്ങൾക്ക് അയവ് വരുത്തുമോ? ഏത് രീതിയിലായിരിക്കും മിസ്ത്രി ഇനി ഇടപെടുക? എന്തായിരിക്കും ഭാരത സർക്കാർ അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ദൗത്യം? തീർച്ചയായിട്ടും അത് ഗുണം ചെയ്യും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞു, ഇതിനകത്ത് ഇടപെടുന്നതിനൊരു 3 തലമായിട്ടാണ് നമ്മൾ കാണുന്നത്. അതിലേറ്റവും പ്രധാനവും അതിൽ തന്നെ ഏറ്റവും ആദ്യവും ചെയ്യേണ്ട ആ തലം എന്ന് പറയുന്നത് ഡിപ്ലോമാറ്റിക് തലം തന്നെയാണ്. അത് പരമാവധി ശ്രമിക്കുക. അതിൻ്റെ നെല്ലിപ്പലക കണ്ടാലും ശരി, അത് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനുശേഷം മാത്രമാണ് സൈനികമായ നടപടികളിലേക്കൊക്കെ കടക്കേണ്ടി വരുള്ളൂ. അതോടൊപ്പം ഇപ്പോൾ നയതന്ത്ര ഇടപെടലുകൾ നടത്തുന്നതിനോടൊപ്പം തന്നെ ചെയ്യേണ്ട മറ്റൊരു തലമാണ് ഈ പറയുന്ന ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് എന്ന് പറയുന്നത്. അതായത് അവിടെ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അത് നമ്മുടെ രാജ്യത്തേക്ക് കടന്നു അങ്ങനെ വന്നിട്ടുള്ള ആളുകളായാലും ശരി, അല്ലാതെയുള്ള ആളുകളായാലും ശരി, അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നീക്കുപോക്കുകൾ നടത്താനുള്ള ബാധ്യത അത് തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യം എന്നുള്ള രീതിയിൽ ഇന്ത്യക്ക് തീർച്ചയായിട്ടും ചെയ്യാനുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് സൈനികമായ നടപടികളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള എടുത്തുചാട്ടം അത് നമ്മൾ എപ്പോഴും കരുതി വേണം നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ്. പക്ഷെ ഇപ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്നത്, നമുക്ക് വിമാനമില്ലേ, നമുക്ക് ബോംബില്ലേ, എന്തുകൊണ്ട് അത് ഇട്ടുകൂടാ എന്ന് ചോദിക്കുന്ന തലത്തിലേക്ക് പോകുന്നത് അത് ശരിയല്ല എന്ന് തന്നെയാണ് നമ്മൾ പറയുക. അതല്ല വൈസ് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഇതുപോലെ യുദ്ധത്തിലൂടെ അല്ലാതെ പരിഹരിക്കേണ്ടതിൻ്റെ ആവശ്യകത ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ്
ഇന്ത്യ എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടി അവിടെ ആഡ് ചെയ്യാനുള്ളത്, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ പാകിസ്ഥാൻ വിഭജനം നടക്കുന്ന സമയത്ത് ജനിച്ചു വീണ 2 സ്ഥലങ്ങളാണ് ഈ പറയുന്ന പാകിസ്ഥാനും ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറയുന്ന, ഇന്ന് ബംഗ്ലാദേശ് എന്ന് വിളിക്കുന്ന സ്ഥലം ഉൾപ്പെടെ. അപ്പോൾ അതിൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം നമ്മൾ പിന്നെ ഏതെങ്കിലും വിധേന മറ്റേതെങ്കിലും ഒരു സ്ഥലത്തെ പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്ഥലത്തെ ആക്രമിക്കുകയോ അതിനു വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അതായത് നമുക്ക് സൈനികമായ ശക്തി ഉണ്ടോ ഇല്ലയോ, ഇറസ്പെക്റ്റീവ് ഓഫ് ദാറ്റ് നമ്മളത് ചെയ്തിട്ടില്ല. അതേസമയം നമ്മൾ ബംഗ്ലാദേശിന്റെ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ ആ 1971 ആ ലിബറേഷൻ വാറിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എന്താ അവിടെ കാണുന്നത്? പാകിസ്ഥാൻ, അവിടെയുള്ള വെസ്റ്റ് പാകിസ്ഥാൻ ഈസ്റ്റ് പാകിസ്ഥാനെ ഒപ്രസ് ചെയ്യുന്ന രീതിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അവര് സ്വാതന്ത്ര്യം വീണ്ടും നേടാൻ വേണ്ടി പോരാടിയത് ആരോടാണ്? സ്വന്തം കൂട്ടം എന്ന് അവർ വിശ്വസിച്ചിരുന്ന മറ്റൊരു രാജ്യം, അല്ലെങ്കിൽ അവരുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു തലയിൽ നിന്നും കാല് യുദ്ധം ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ എന്താണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ ഒരു വിഷയത്തിന്റെ കാതലായ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാനാണ് സത്യത്തിൽ ഇപ്പോൾ ആര് തന്നെ അവിടെ ലാൻഡ് ചെയ്തു എന്ന് പറഞ്ഞാലും അവർ ശ്രമിക്കേണ്ടത്. കാരണം ഇതിൽ ഒരു അടിസ്ഥാന പ്രശ്നം ഈ മതരാഷ്ട്രവാദത്തിനുണ്ട്. അത് അഡ്രസ്സ് ചെയ്യാൻ ഇന്ത്യ എത്രത്തോളം വൈകുന്നോ അത്രയും കണ്ട് ഈ വിഷയത്തിൽ എന്ത് തന്നെ ചെയ്താലും അത് ഒരു പുറമോടി ഉണ്ടാക്കുന്നതിന് തുല്യമായ കാര്യം മാത്രമായിട്ട് മാറും. ഇത് ഒരു ബംഗ്ലാദേശിലോ ഒരു പാകിസ്ഥാനിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമല്ല. നമ്മുടെ രാജ്യത്ത് നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും നമ്മളിവിടെ പാലുവെട്ടി വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ജമാഅത്ത് ഇസ്ലാമി ഉണ്ട്. അതായത് നമ്മളിപ്പോൾ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു, അതിനെ പരിഹരിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യണം എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ആ പ്രശ്നം ഉണ്ടാക്കിയ ആളുകളെ നമ്മൾ കുറ്റം പറയാനും അതിനെ തള്ളി പറയാനും ശ്രമിക്കുമ്പോൾ അതേ ജീൻസ് ഓടുന്ന, അതേ രക്തം ഓടുന്ന ആ ജന്തു അത് നമ്മുടെ രാജ്യത്തില്ലേ? ജമാഅത്ത് ഇസ്ലാമി അല്ലേ അത്? അവരുടെ വാർത്താ ചാനലുകൾ ഇവിടെ വമിക്കുന്ന ആ വിഷം, ഓരോ ദിവസവും ഈ അടുപ്പ് കൂട്ടി ചർച്ച എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നടത്തുന്ന വിഷം നമ്മൾ കേൾക്കുന്നതല്ലേ? അപ്പോൾ അവിടെ അവർ ചെയ്യുന്ന ആ സംഗതികളെ മുൻനിർത്തിക്കൊണ്ട് എന്തുകൊണ്ട് അതിനെതിരെ ഒരു നീക്കം നടത്താൻ, അതിന് ഇവിടെ അനുവദിക്കാതിരിക്കാനുള്ള ഒരു നീക്കം നമ്മൾ നടത്തുന്നില്ല? എന്തുകൊണ്ടാണ് അത് സാധിക്കാത്തത്? ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടു, ഇടതുപക്ഷത്തിന്റെ വക്താക്കൾ പോലും ജമാഅത്ത് ഇസ്ലാമിയെ തള്ളി പറയുന്ന അവസ്ഥയിലേക്ക് വന്നിട്ട് പോലും അതിനെ തള്ളി പറയാൻ ഇവിടുത്തെ രാഷ്ട്ര നേതാക്കൾക്കോ ഭരണാധികാരികൾക്കോ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തു തന്നെ കാര്യം ചെയ്താൽ അതൊരു പുറമൂടി വരുത്തുന്ന ഒരു പണി മാത്രമായിട്ട് ഒതുങ്ങും. അതുകൊണ്ട് ഒരു ലോങ് ടേം ബെനിഫിറ്റ് ഉണ്ടോ എന്നുള്ളതും കൂടിയാണ് ഇവിടെ ആലോചിക്കേണ്ടി വരിക എന്നാണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. ഓക്കെ, വിദ്യാസാഗർ, വാട്ട് അബൌട്ട് യു? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇത് ആരിഫ് പറഞ്ഞ തന്നെയാണ് അതിന്റെ കാര്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മത കേന്ദ്രീകൃതമായ മതം നിയന്ത്രിക്കുന്ന രാഷ്ട്രങ്ങൾക്കെല്ലാം തന്നെ ഇത്തരത്തിലുള്ള വലിയ അപജയങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കാരണം അവിടെ പെട്ടുപോകുന്ന ന്യൂനപക്ഷങ്ങൾ എന്ന ചെല്ലപ്പേൽ വിളിക്കപ്പെടുന്ന അടിമകൾ കൂടുതൽ അപകടത്തിലേക്കും ജീവഹാനിയിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നതായിരിക്കും കാഴ്ച കാണാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞത് ഗവൺമെന്റുകളെ അതിലും ഭീകരമായ മറ്റൊരു ശക്തി നിയന്ത്രിക്കുകയോട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കൊരങ്ങൻ കള്ളു കുടിച്ചിട്ട് തേള് കുത്തികളുണ്ടാവും. എന്നുവെച്ചാൽ അവന്റെ പരാക്രമത്തിന് യാതൊരു പരിധിയും ഉണ്ടാവില്ല. ഇവിടെ നടന്നിരിക്കുന്നത് ബാംഗ്ലാദേശിന്റെ ദുർബലമായ പരിതസ്ഥിതിയെ നന്നായി ചൂഷണം ചെയ്തുകൊണ്ട് ചൈന നടപ്പാക്കുന്ന പ്ലാൻ തന്നെയാണ് ഇപ്പൊ കണ്ടുവരുന്നത്. നേരത്തെ നമ്മുടെ ആദ്യം ചൈനയല്ലേ പിടിക്കേണ്ടത് വിദ്യാസാഗർ? ഇപ്പൊ ധാക്കയിൽ പോയി ചർച്ച നടത്തിയിട്ട് കാര്യം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ഇപ്പോ അതാണ് ഞാൻ പറഞ്ഞത്, പലപ്പോഴും ബംഗ്ലാദേശിന്റെ ബ്രെയിൻ എന്ന് പറയുന്നത് ചൈനയാണല്ലോ. നോട്ട് ഓൺലി ബാംഗ്ലാദേശ്, ഇപ്പൊ നോക്കൂ, ഇപ്പൊ പാകിസ്ഥാനിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇന്ത്യക്കെതിരെ വരുന്ന ഓരോ അടിയുടെയും പിന്നിൽ പ്രവർത്തിക്കുന്ന മസ്തിഷ്കം ചൈനയുടേതാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ നമുക്കൊരു പ്രശ്നം പറ്റിയത് ചൈനയോട് എന്തോ എനിക്കറിയില്ല, അത് പലപ്പോഴും നേരത്തെ മോഹൻ വർഗീസ് സാർ പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞു ചൈന അത്ര വലിയ ഇതായിട്ട് നമ്മൾ ത്രെട്ടായിട്ട് ചിന്തിച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞവിടെ എനിക്ക് തോന്നി. സത്യത്തിൽ ചൈനയുടെ ത്രെട്ട് വളരെ വലുതല്ലേ? അത് അവരെ നിയന്ത്രിക്കാൻ അന്താരാഷ്ട്ര സമൂഹങ്ങൾക്ക് പോലും സാധിക്കാത്ത രീതിയിലാണ് ചൈനയുടെ ഭീകരമായ, തമിഴിൽ പറഞ്ഞ അസുരന്മാരുടെ വളർച്ച പോലെയാണ് ചൈനയുടെ വളർച്ച ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് ചൈനീസ് നിർമ്മിതമായ ഉത്പന്നങ്ങൾ, ചൈനീസ് നിർമ്മിതമായ പലതും ഭാരതത്തിൽ ഇപ്പോഴും നിർബാധം ഇറക്കുമതി ചെയ്യുകയും ചൈനയ്ക്ക് വലിയൊരു മാർക്കറ്റുള്ള രാജ്യം കൂടിയാണ് നമ്മുടെ രാജ്യം. എന്നുവെച്ചാൽ ഒരു തരത്തിലും ചൈനയെ ഒരു തരത്തിലും നുള്ളി നോവിക്കാൻ പോലും പറ്റാത്ത അത്രയ്ക്കും ദൃഢവും സങ്കീർണവുമായ ഒരു ബന്ധവുമാണ് ചൈനയായിട്ടുള്ളത്. അപ്പൊ ചൈനയെ പെട്ടെന്ന് പിണക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പല കാര്യങ്ങളെയും ബാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ ഈ തിളക്കത്തിന്റെ, മോഡിയുടെ ആ തിളക്കത്തിന്റെ എല്ലാം പിന്നിൽ ചൈനയുടെയും ഒരു സാമ്പത്തികമായ കരമുണ്ടെന്ന കാര്യം വിസ്മരിച്ചുകൂടാ. അപ്പൊ ഒരു രാഷ്ട്രം മറ്റൊരു രാഷ്ട്രത്തോട് യുദ്ധം പ്രഖ്യാപിച്ചാലും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നയതന്ത്രമായ വിയോജിപ്പ് പ്രകടിപ്പിച്ചാലും ഒക്കെ അതിന്റെ പ്രത്യാഘാതം, നേരത്തെ അത് മോഹൻ സാർ നേരത്തെ പറഞ്ഞല്ലോ, പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. കേവലം ഒരു അഭയാർത്ഥി കുത്തൊഴുക്കുണ്ടാവുക എന്നുള്ളതിലുപരി ഭാരതം വളരെയധികം സാമ്പത്തികമായിട്ട് പിന്നാക്കം പോകാനുള്ള
സാഹചര്യം പോലും സൃഷ്ടിക്കപ്പെട്ടേക്കാം. അപ്പൊ ഞാൻ പറഞ്ഞത് ആഭ്യന്തര കാര്യങ്ങളിൽ, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ 2021 ഇലക്ഷനോടനുബന്ധിച്ച് മമതാ ബാനർജിയും കൂട്ടരും കൂടി ബംഗാളിൽ നടത്തിയ ഒരു കൂട്ടക്കുരുതി അങ്ങേക്ക് ഓർമ്മയുണ്ടാവും. വളരെ വലിയൊരു ആക്രമണം അഴിച്ചുവിട്ടിരുന്നവർ. അതിൽ ബാംഗ്ലാദേശികളായിട്ടുള്ള ജിഹാദികൾ പങ്കെടുത്തിരുന്നു എന്ന കാര്യം വളരെ സുവ്യക്തമാണ്. കാരണം അത്രയധികം ടാർഗറ്റഡ് ആയിട്ടുള്ള BJP, യുവമോർച്ച, ഹിന്ദു മുന്നണി അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ പ്രവർത്തന അങ്ങനെ ആൾക്കാരെ മാത്രം വീടുകളാണ് തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയും ഈ അഗ്നിക്കിരയാക്കുകയും ചെയ്തത്. അവരിൽ പലരും ഇപ്പോഴും ഡൽഹിയിൽ താമസിക്കുകയാണ്. 2024 കഴിഞ്ഞു, ഇപ്പൊ കഴിയാനായി, ഡിസംബർ ആയല്ലോ, 2025 പിറക്കാൻ പോവാണ്. ഇത്ര വർഷമായിട്ട് അവരെ തിരിച്ച് നമ്മുടെ നാട്ടിലെ ബംഗാളിൽ പോലും തിരിച്ചു കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നില്ല. ഞാൻ പറഞ്ഞ അങ്ങ് പരിശോധിക്കാം, ഇത് വസ്തുതയാണ് പറയുന്നത്, വെറുതെ നുണ പറയല്ല. 2021 നടന്നിട്ടുള്ള മമതാ ബാനർജിയുടെയും ജിഹാദികളുടെയും കൂടെ ഉള്ള ആക്രമണത്തിൽ വീട് നഷ്ടപ്പെടുകയും അല്ലെങ്കിൽ അംഗവൈകല്യം വരികയോ ഒക്കെ ചെയ്തവരൊക്കെ ആ സ്ഥിതിയിൽ നിന്നും തരണം ചെയ്യുകയോ സ്വന്തം നാട്ടിൽ തിരിച്ചു പോകാൻ പറ്റുകയോ ചെയ്യാത്ത രീതിയിൽ ആട്ടി ഓടിക്കപ്പെട്ട ഒരു രാജ്യത്തിരുന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്തൊക്കെ എത്രയൊക്കെ നമ്മൾ ഭീമമായ അച്ചീവ്മെന്റ്സ് പറഞ്ഞാലും ഇവിടെ സ്വജനങ്ങളെ രക്ഷിക്കാനുള്ള കർമ്മങ്ങളിൽ പോലും ജാഗ്രത ഉണ്ടോ എന്നെനിക്ക് ഖേദകരമായ ഒരു വസ്തുത ഉണർത്തിക്കാനുണ്ട്. മണിപ്പൂരിൽ സത്യം പറഞ്ഞാൽ ക്രിസ്തുമതത്തെ പിണക്കണ്ട എന്നൊരു കാര്യം കൊണ്ട് മാത്രമാണ് അവിടേക്ക് പട്ടാളത്തെ അയക്കാത്തത്. അത്രയ്ക്കും വളരെ വഷളായ മതഭീകരാക്രമണമാണ് അവിടെ കത്തോലിക്ക സഭ അഴിച്ചുവിടുന്നത്. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടും കേവല രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി നമ്മൾ അവരെ പിണക്കണ്ട എന്നോർത്ത് ബിഷപ്പ് ഹൗസിന് കാവൽ നിന്നാൽ അതും പ്രശ്നം തന്നെയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ വാദം, ജീവിക്കാനുള്ള അവകാശം ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും മുസ്ലിമിനും സിഖിനും പാർസിക്കും എല്ലാം ഒരുപോലെയാണ്, മതമില്ലാത്തവനും ഒരുപോലെയാണ്. ആ അവകാശത്തെ സംരക്ഷിക്കുക എന്നതിലുപരി ചിലയിടത്ത് ഇലക്ഷൻ വരുമ്പോൾ പ്രീണിപ്പിക്കുകയും അത് കഴിഞ്ഞാൽ മറക്കുകയും ചെയ്യുന്ന സാഹചര്യം വരുമ്പോൾ ഇത് തന്നെയാണ് ബാംഗ്ലാദേശി മുസ്ലിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പോൾ ബാംഗ്ലാദേശി ജിഹാദികളെ മോട്ടിവേറ്റ് ചെയ്ത് അക്രമത്തിൽ അഴിച്ചുവിടുന്നവർ നാളെ അവർ പട്ടിണി കിടന്ന് ചാവുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ നടക്കും. കാരണം ഈ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഭാരതത്തിന്റെ തിരിച്ചടി ആ തരത്തിലായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. എന്ന് വെച്ചാൽ പല കാര്യങ്ങൾക്കും അവിടെ ക്ഷാമം വരാൻ പോവുകയാണ്. ബാംഗ്ലാദേശ് ഒരു വലിയ ക്ഷാമ രാജ്യമായി മാറുകയും അവരുടെ എല്ലാ ഐശ്വര്യം നഷ്ടപ്പെടുകയും ഈ പാവപ്പെട്ട ജനങ്ങളുടെ ചോര കുരുതി അതിന്റെ ഫലം അവിടെയുള്ള ഇപ്പോഴത്തെ മെജോറിറ്റി കമ്മ്യൂണിറ്റി തന്നെ അനുഭവിക്കാൻ പോവുകയാണ്. ഇത് ഞാൻ പറയാൻ കാരണം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കാനുള്ള പ്രധാനപ്പെട്ടതും ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട കാരണം മതരാഷ്ട്രവാദമാണ്. മതരാഷ്ട്രവാദം അത്യന്തം അപകടമാണ്. വിശേഷിച്ച് ഇസ്ലാമിക മതരാഷ്ട്ര സങ്കല്പം മറ്റ് മതരാഷ്ട്ര സങ്കല്പങ്ങളെക്കാൾ സുദൃഢമാണ്, സുവ്യക്തമാണ്, എഴുതപ്പെട്ടതാണ്. അപ്പോ ആ രാഷ്ട്രസങ്കല്പം തന്നെ ഇസ്ലാമിക രാഷ്ട്രസങ്കല്പത്തിൽ മറ്റ് മതങ്ങൾക്ക് ജിമ്മി സ്റ്റേറ്റസ് ആണ്. ഇപ്പോ മുഗളന്മാര് പാലായിരുന്നു, പഞ്ചസാരയായിരുന്നു, തേനായിരുന്നു പ്രചരിപ്പിക്കുന്ന ഒരു വിഭാഗം യൂട്യൂബിലും ഫേസ്ബുക്കിലും ഉണ്ട്. മുഗളന്മാരുടെ കാലത്താണ് എല്ലാ ഹിന്ദുക്കളും ജിസിയ അടച്ചിരുന്നത്. അവിടെ പോയി അപമാനിതരായി മത ടാക്സ് ആണത്. ഇസ്ലാം മതത്തിന്റെ നിയമത്തോടുകൂടി ഭരിക്കുന്ന ഒരു രാജ്യത്തിൽ മറ്റു മതസ്ഥർ അവരുടെ വിശ്വാസം പിന്തുടരുന്നതിന് ടാക്സ് അടയ്ക്കണം, കരം കൊടുക്കണം. അതാണ് ജിസിയ. നിങ്ങൾക്ക് ചരിത്രരേഖകൾ പരിശോധിക്കാം. അപ്പോ മുഗളന്മാർ ഇത്രയും കാലം ഭരിച്ചിട്ട് നിങ്ങൾക്കൊന്നും സംഭവിച്ചില്ലെന്ന് ചോദിച്ചാൽ നമുക്കുണ്ടായിട്ടുള്ള ലോസ് വളരെ വലുതാണ്. അപമാന ഭാരം പേറിയാണ് ഓരോ ഹിന്ദു ജീവിച്ചിരുന്നത്. ആ സമയത്താണ് ഛത്രപതി ശിവാജി മഹാരാജ് ഉണർന്നെഴുന്നേറ്റ് വലിയ യുദ്ധം പ്രഖ്യാപിക്കുകയും പേഷ്വ പ്രധാനമന്ത്രിമാരുടെ യുദ്ധതന്ത്രങ്ങളിൽ മുഗളന്മാരുടെ കോട്ടകൾ തകർന്നു വീഴുകയും ചെയ്തത്. അപ്പോൾ യുദ്ധം അക്കാലത്ത് കുറച്ചുകൂടി എളുപ്പമായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ചൈനയുടെ ട്രേഡ് ലിങ്ക്സ് നമുക്കുണ്ട്, ചൈനയുമായിട്ട് നയതന്ത്ര വിഷയങ്ങളുണ്ട്. അപ്പൊ എളുപ്പത്തിൽ ചൈനയെ പിണക്കാൻ പറ്റില്ല. എന്തിന് ബാംഗ്ലാദേശിനെ പോലും ഒരു കല്ലെടുത്തെറിയാൻ നമുക്കിപ്പോ പറ്റില്ല. കാരണം നമ്മൾ വലിയൊരു ചില്ല് കൊട്ടാരത്തിൽ കഴിയുന്നവരാണ്. എന്നുവെച്ചാൽ വളരെ വലിയൊരു മാൻഷൻ. തെരുവിൽ കിടക്കുന്ന തെണ്ടിക്കൊന്നും നഷ്ടപ്പെടാനില്ല. വലിയ കൊട്ടാരത്തിലേക്ക് ഒരു കല്ലെറിഞ്ഞാൽ മതിയല്ലോ. ആ രീതിയിലാണ് ഭാരതത്തിന്റെ അവസ്ഥ. വളരെ സങ്കീർണമായ ഒരു ഡിപ്ലോമാറ്റിക് പൊസിഷനാണ്. നേരത്തെ മോഹൻ വർഗീസ് സാർ പറഞ്ഞ പോലെ ഓരോ ചുവടുവെപ്പും അതീവ ശ്രദ്ധയോടെ ആയിരിക്കണം അല്ലേ? അതെ. സുശക്തമായ ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ കാര്യത്തിൽ ചെറിയ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അദ്ദേഹത്തോട് എനിക്കുണ്ട്. പ്രസ്താവനകളെക്കാൾ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഞാനിപ്പോ പറഞ്ഞല്ലോ. മമതാ ബാനർജി അതിർത്തി കടത്തി എത്ര പേരെ കൊണ്ടുവന്നിരിക്കുക. ഇപ്പൊ അദ്ദേഹം തന്നെ പറഞ്ഞു 4000 കിലോമീറ്ററിലുള്ള അതിർത്തി എന്ന് അദ്ദേഹം പറഞ്ഞ വാക്കാണ്. അത്രയും മതിൽ കെട്ടിയിട്ടില്ല. എത്ര പേരെ മമത കടത്തി കൊണ്ടുവന്ന് കാണും. നമ്മുടെ പിണറായി വിജയേട്ടൻ വരെ അവിടുന്ന് കടത്തി കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ആധാർ കാർഡ് കൊടുക്കാനും ഇലക്ഷൻ ഉപയോഗിക്കാനും വേണ്ടി. മമത പിണറായി വിജയന്റെ മുത്തശ്ശിയാണ് ആ കാര്യത്തിൽ. അവര് 1000 പേരെ കേരളത്തിൽ നമ്മൾ സ്നേഹത്തോടെ അതിഥി തൊഴിലാളികൾ എന്ന് വിളിക്കുന്ന ഈ ബംഗാളികളിൽ ഭൂരിപക്ഷം ബംഗ്ലാദേശികൾ തന്നെയാണ്. അല്ലാതെ പുറത്തു വന്നതുമാണല്ലോ. കാരണം അവർക്ക് ആധാർ കാർഡ് ഉൾപ്പെടെയുണ്ട്. ആധാർ കാർഡ് ഉണ്ട്, അവർക്ക് എല്ലാം ഉണ്ട്.
പിന്നെ എല്ലാ തരത്തിലും അവരെ സംരക്ഷിക്കുന്ന അതിഥി തൊഴിലാളികൾ സംരക്ഷിക്കുന്ന ഒരു ഗവൺമെന്റ് ഇവിടെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതിനർത്ഥം കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകൾ അല്ലെങ്കിൽ മമതയെ പോലെയുള്ള ജിഹാദി മൈൻഡ് സെറ്റ് ഉള്ളവരൊക്കെ Yes. ഇങ്ങനെ ആളുകളെ കടത്തിക്കൊണ്ടുവരുന്നതിന്റെ പിന്നിൽ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ളതാണ്. അതിനെ മാത്രമല്ല, അകത്ത് അസ്ഥിരപ്പെടുത്തുക മാത്രമല്ല, ഏത് നിമിഷവും ഒരു വലിയ ബിഗ് സ്കെയിൽ കലാപം ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇവരുടെ Yes. വളർച്ച. ഇത് രാജ്യം തിരിച്ചറിഞ്ഞ് തടഞ്ഞേ പറ്റൂ. ഓക്കെ, സലീം മടവൂർ, ഗുരുമൂർത്തി പറഞ്ഞതിൽ എവിടെയാണ് വിയോജിപ്പ്? 2-3 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. പെട്ടെന്ന്. Yes. ഒന്ന് ഈ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി, ആ പാർട്ടിയെ പൂർണ്ണമായിട്ടും ചൈന, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എന്റെ അന്നേയുള്ള പഠനത്തിൽ അതിന്റെ നേതൃത്വത്തിന് ഒന്നടങ്കം ചൈന പിടിച്ചെടുത്തു. ചൈനയുടെ ആളുകളായിരുന്നു ആ നേതൃത്വം, ആ പാർട്ടിയുടെ. അത് നേരത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഷെയ്ഖ് ഹസീനക്കെതിരെ അവർ കൊണ്ടുവരുന്ന ഈ നീക്കത്തെ, ചൈനയുടെ പിന്തുണയോടുകൂടി ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലൂടെ വന്നത് നേരത്തെ കണ്ടറിഞ്ഞുകൊണ്ട് ഷെയ്ഖ് ഹസീനയ്ക്ക് വേണ്ട പിന്തുണ കൊടുത്തുകൊണ്ട് മതേതര ഭരണകൂടത്തെ സംരക്ഷിച്ചു നിർത്തുന്നതിൽ നമുക്ക് വിദേശകാര്യ വകുപ്പിന് കാര്യമായ പരാജയമുണ്ട്. നമ്മുടെ ഇന്റലിജൻസ് തൊട്ടതിർത്തിയിലുള്ള ബംഗ്ലാദേശിലെ, കാരണം ബംഗ്ലാദേശ് ഒരു വർഗീയ രാജ്യമല്ല. അവിടെ 1955 ഉറുദു നടപ്പിലാക്കാൻ മുഹമ്മദ് അലി ജിന്നെ ശ്രമിച്ചപ്പോൾ അതിനെതിരെ, ജിന്നക്കെതിരെ, ആ രാജ്യം ഉണ്ടാക്കിയ സാക്ഷാൽ ജിന്നക്കെതിരെ പ്രക്ഷോഭം നടത്തിയ ആളുകളാണ്. തന്നെയല്ല, അവിടെ ബംഗ്ലാ നാഷണലിസമാണ്, മത ദേശീയതക്കെതിരെ ബംഗ്ലാദേശ് ദേശീയത ഉപയോഗിച്ച് പോരാടിയ ജനവിഭാഗമാണ്. അപ്പൊ അവരെ നമ്മുടെ ഇന്ത്യയുമായി സൗഹൃദത്തിൽ നിർത്താൻ തന്ത്രപരമായ ഇടപെടലിൽ എവിടെ പരാജയപ്പെട്ടു എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. തന്നെയല്ല, അവിടെ ഇപ്പൊ നേരത്തെ പറയുന്ന അവിടുത്തെ ഹിന്ദു സമുദായം, ഇപ്പോ അവിടുത്തെ നമ്മൾ കണക്ക് പരിശോധിച്ചാൽ, ഞാൻ നേരത്തെ അത് ഉന്നയിച്ചതാണ്, അവിടെ 350 അംഗ പാർലമെന്റിൽ 17 ഹിന്ദു പ്രതിനിധികളുണ്ട്. അത് 7.95 അതായത് 8%, സോറി 7.95%, അതായത് 8% ഉള്ള ഹിന്ദു പോപ്പുലേഷന് അവിടെ 5% പ്രാതിനിധ്യമാണ് പാർലമെന്റിലുള്ളത്. ഇന്ത്യയിലെ തിരിച്ച് മുസ്ലിങ്ങൾക്ക് നോക്കിയാൽ 16% പോപ്പുലേഷൻ ഉള്ള ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് 4.4%. നോക്കണം, 8% ബംഗ്ലാദേശിലെ ഹിന്ദു ജനവിഭാഗത്തിന് 5% പാർലമെന്റിൽ പ്രാതിനിധ്യം. ഇന്ത്യയിൽ 16% മുസ്ലിങ്ങൾക്ക് 4.4% ഉള്ളൂ. അപ്പൊ ന്യൂനപക്ഷ സംരക്ഷണം ഇന്ത്യയെക്കാൾ നന്നായിട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ്, കുറച്ചുകൂടെ പ്രാതിനിധ്യം, വളരെ കൂടിയ പ്രാതിനിധ്യം കൊടുക്കുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. അതിന് ആ സംവിധാനത്തെ നിലനിർത്താൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നു. നമ്മൾ അതിനെ വളരെ നിലനിർത്തിക്കൊണ്ട് അതിനെ സംരക്ഷിച്ച് നിർത്താനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തേണ്ടിയിരുന്നു. അവിടുത്തെ ജനാധിപത്യ മതേതര സംവിധാനത്തിലേക്ക് ശക്തമായി വളർന്നു വരികയും അതിനൊരു മറുപടി അതിനെ ഇട്ടുകൊണ്ട് ഇപ്പൊ ഈ വിപ്ലവവും കുഴപ്പങ്ങളൊക്കെ തകർത്തിരിക്കുന്നത് തന്നെ. ലോകത്തെ 2ാമത്തെ റെഡിമെയ്ഡ് ഗാർമെന്റ്, ഇപ്പൊ അമേരിക്കയിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഏറ്റവും കൂടുതൽ ഗാർമെന്റ്സ് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ്. 8ാമത്തെ പോപ്പുലേറ്റഡ് രാജ്യമാണ്. അങ്ങനെ ലോകത്ത് പലതുകൊണ്ടും വളർന്നു വരുന്ന നല്ല ഹയർ ഗീ. ഇപ്പൊ നേരത്തെ പറഞ്ഞു, ഈ ബംഗ്ലാദേശിൽ നിന്ന് ആളുകൾ ഇന്ത്യയിലേക്ക് വരും, അവർ വരാൻ സാധ്യത കുറവ്. കാരണം എന്താ അറിയോ, നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങളെ ബംഗാളിലെയും ആസാമിലെയും അവിടുത്തെ നമ്മുടെ പ്രതിശീർഷ വരുമാനം, നമ്മുടെ സാമ്പത്തിക അവസ്ഥ അതിനേക്കാൾ മെച്ചപ്പെട്ട പ്രതിശീർഷ വരുമാനവും സാമ്പത്തിക അവസ്ഥയുമാണ്. ഒരു മറുപടി ആരിഫ് ഹുസൈൻ പറയാം, പെട്ടെന്ന് പറയാം. ഇവിടെ സലീം മടവൂർ ഉയർത്തിയ ആ വിഷയം അത് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. അതായത് എന്തുകൊണ്ടാണ് വളരെ ചെറിയ പോപ്പുലേഷനാണ് ബംഗ്ലാദേശിൽ ഹിന്ദുക്കളുള്ളത്, എന്നിട്ടും അവരുടെ റെപ്രസെന്റേഷൻ ഗവൺമെന്റിൽ കൂടുന്നത്? ഇതാണല്ലോ അവിടെ ഉയർത്തിയത്. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐഡന്റിറ്റി പൊളിറ്റിക്സ് അത് കളിക്കുന്നത് അവർ കുറവായി ഇരിക്കുന്നു എന്നത് തന്നെയാണ്. അതിനൊരു മികച്ച ഉദാഹരണം എന്ന് പറയുന്നത്, ഇപ്പം ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ ഒരു ബഹുജന പാർട്ടിയിൽ അംഗമായിക്കൊണ്ട് അതിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് മത്സരിച്ച് അതിലേക്ക് കയറുകയാണ് എന്നുണ്ടെങ്കിൽ അവരുടെ സാന്നിധ്യം കൂടും പാർലമെന്റിൽ. അതേസമയം ഇപ്പോൾ BJP-യിലേക്ക് ഒരു മുസ്ലിം കയറാൻ വേണ്ടി നോക്കിയാൽ എന്താണ് ഇവിടെ സംഭവിക്കുക? അത് മുസ്ലിം വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് അവനെ പിന്തിരിപ്പിക്കുന്ന പരിപാടിയല്ല ഇവിടെ നടക്കുന്നത്. നമ്മൾ കേരളത്തിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തി എല്ലാവരും കൂടി അവനെ തോപ്പി ഏതെങ്കിലും ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയായ BJP-കാരന് വോട്ട് ചെയ്യോ? ഇല്ലല്ലോ. എന്നിട്ട് പറയുന്നത് ഗവൺമെന്റിൽ പ്രാതിനിധ്യം ഇല്ല എന്ന്. അതിൽ കണ്ട് മനസ്സിലാക്കേണ്ട കാര്യം, കാനഡയിൽ സിഖുകാരുടെ നമ്പറാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരെ 2% അതിൽ കുറവ് മാത്രമാണ് അവരുടെ അംഗത്വമുള്ളൂ. പക്ഷേ കാനഡിയൻ പാർലമെന്റ് എടുത്തു കഴിഞ്ഞാൽ ക്ലോസ് ടു 6% ആണ് കാനഡിയൻ പാർലമെന്റിൽ സിഖുകാരുടെ അംഗബലം എന്ന് പറയും. എന്തുകൊണ്ടാണ്? അവർ സിഖ് ഐഡന്റിറ്റി വെച്ചുകൊണ്ട് അവർ പ്രത്യേക പാർട്ടി ഉണ്ടാക്കി മത്സരിക്കുകയല്ല ചെയ്തത്. അത് കനേഡിയൻ ജനതയുടെ ആ നാടിന്റെ ഭാഗമായിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടിയിൽ അവർ ഭാഗമായി നിന്ന് മത്സരിച്ച് അതിന്റെ ഭാഗമായി കയറുന്നു. അതാണ് ചെയ്യേണ്ടത്. ഹിന്ദുക്കൾ, ബംഗ്ലാദേശിലുള്ള ആളുകൾ അതാണ് അവിടെ ചെയ്തത്.
മുസ്ലിങ്ങൾ ഇന്ത്യയിൽ ചെയ്യേണ്ട കണ്ടുപഠിക്കേണ്ട കാര്യമാണെന്നാണ് ഞാൻ അവിടെ പറയുക. ഇനിയെങ്കിലും അത് ചെയ്യാം. മുസ്ലിം ലീഗൊക്കെ പിരിച്ചുവിടണം. എന്നിട്ട് നിങ്ങൾ കോൺഗ്രസിന്റെയോ BJPയുടെ ഏതിന്റെ ഭാഗമായിട്ടാണെന്നുണ്ടെങ്കിലും മത്സരിച്ച് കയറിയിട്ട് പാർലമെന്റിൽ അംഗമാകാൻ ശ്രമിക്കണം. അതാണ് വേണ്ടത്. ഈ ഐഡന്റിറ്റി പൊളിറ്റിക്സും ഈ വിക്ടിം കാർഡ് നിർത്തണം. ഓക്കെ. അതാണ് സലീം മടവൂർ പറഞ്ഞതിന്റെ അടുത്ത വശം ഉള്ളത്. ഓക്കെ എന്തായാലും സമയം അതിക്രമിച്ചിരിക്കുന്നു. തലമറന്ന എണ്ണ തേക്കുകയാണ് ബംഗ്ലാദേശ്. രാഷ്ട്രരൂപീകരണത്തിൽ സജീവ പങ്കാളിയായ ഭാരതത്തെ ശത്രുവായി പ്രഖ്യാപിച്ച് പൂർവികരെ കൊന്നു തള്ളിയ പാകിസ്ഥാൻ്റെ തോളിൽ കൈയിട്ട് നടക്കുകയാണ് ബംഗ്ലാദേശ്. ചരിത്ര സത്യങ്ങളോട് മുഖം തിരിച്ച് ഇസ്ലാമിക രാഷ്ട്രമെന്ന ഒറ്റ അജണ്ടയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ കളിപ്പാവയായി പ്രവർത്തിക്കുന്ന മുഹമ്മദ് യൂനിസിനോട് കാലം എണ്ണി മാപ്പ് പറയിപ്പിക്കും. സേവ് ബംഗ്ലാദേശ് ഹിന്ദുസ്. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും.